2 Corinthians chapter 11 verse 1 to 4. നിങ്ങൾ എന്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പുറത്തുകൊണ്ടാൽ കൊള്ളായിരുന്നു. അതെ, നിങ്ങൾ എന്നെ പുറത്തുകൊള്ളുന്നുവല്ലോ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷൻ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. ആമേൻ. സ്തോത്രം. ഹാലേ. ഇവിടെ പണ്ട് നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ള ഭാഗം തന്നെയാണ് ഇവിടെ പറയുന്നത്. എനിക്ക് ഹാലേ എന്താ എന്നാൽ സർപ്പം ഇവിടെ പറയുന്ന ഞാൻ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിൽ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷൻ നിങ്ങളെ നിർമ്മല കന്യയെ ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഹാലയില് അപ്പൊ ക്രിസ്തുവിനു വേണ്ടി വിവാഹ നിശ്ചയം ചെയ്ത നമ്മൾക്ക് ഓരോരുത്തരും നമ്മുടെ മനസ്സ് ഏകാഗ്രതയും നിർമ്മലതയും ഉള്ളതായിരിക്കണം. ഇന്നലെ ദൈവം നമുക്ക് തന്ന വചനത്തിൽ പറഞ്ഞ് ജീവന്റെ വെളിച്ചത്തിൽ നമ്മൾ നടക്കണം. അതിനുവേണ്ടി കർത്താവ് നമ്മളെ സ്വതന്ത്രമാക്കി. അപ്പൊ ജീവന്റെ വെളിച്ചത്തിൽ നടക്കണം വെച്ചാൽ ദൈവത്തിന്റെ വചനത്തിൽ നടക്കണമെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സർപ്പ ഉപായത്താൽ ഹവ്വായെ ചതിച്ചത് എങ്ങനെയാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഉൽപ്പത്തിയിൽ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന അങ്ങനെ ആകുമെന്ന് ഭയപ്പെടും. എന്നിട്ട് അടുത്ത് തൊട്ടത് എങ്ങനെയാ അങ്ങനെ വഷളായി പോകുന്നത്? തൊട്ടടുത്ത് പറയുന്ന കാര്യമാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ഒരുത്തൻ വന്നു ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കൂ, നിങ്ങൾക്ക് ലഭിക്കാത്ത വേറെ ആത്മാവെങ്കിലും കൈക്കൊള്ളി ചെന്ന് സുവിശേഷം ലഭിക്കുക ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. അപ്പൊ പ്രസംഗിക്കുന്ന യേശു, ഹാലിയ യേശുവിനെ തന്നെ അല്ലേ പ്രസംഗിക്കുന്നതെന്ന് പറയും. പക്ഷേല് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശു, ഹാലിയ ഇന്ന് അപ്പോസ്തലന്മാർ പ്രസംഗിച്ച യേശുവിനെ ആണോ നമ്മൾ കേൾക്കുന്നത്? ഹാലയിൽ ഇന്ന് നമ്മളൊക്കെ പ്രാപിക്കുന്ന ആത്മാവ് ഏതാണെന്ന് ഹാല തിരിച്ചറിയുന്നുണ്ട്. ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ട നിങ്ങളുടെ പോയി വരച്ച് കാട്ടിയിരിക്കുക, നിങ്ങൾ ശുദ്രം ചെയ്ത് മയക്കിയത് ആര്? അപ്പൊ ഒരു ശുദ്രം ചെയ്യാന്ന് വെച്ച മന്ത്രവാദ ആഭിചാര കർമ്മങ്ങളിലൂടെ ശുദ്രം എന്ന് പറയുന്നത്, അത് ചെയ്ത് മയക്കുന്നത് പോലെയാണ് ഇന്ന് പലപ്പോഴും ഹാലേലിയ പലരും പ്രസംഗിക്കുന്ന യേശുവിനെ കേട്ടിട്ട് അതിന്റെ പിന്നാലെ പോകുന്നത്. യേശു എല്ലാവർക്കും ഒരു എന്തൊക്കെയോ കൊടുക്കാനുള്ള ഒരു ഉപകരണം. ഇപ്പൊ നമ്മൾ ATM-ലേക്ക് കാശിനെങ്കിൽ അക്കൗണ്ടിൽ കാശുള്ള ഓടി ATM-ൽ പോകും. ഹല്ലേലൂയ. ഇപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഗൂഗിൾ പേയും UPI ഒക്കെ വന്നേക്കുന്നുണ്ട്. കുഴപ്പം. പക്ഷെ മറ്റു നേരത്തെ എന്താ അത്യാവശ്യം വന്ന ATM-ലേക്ക് ഓടുന്ന പോലാണ് ഇവിടെ ആൾക്കാർ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ഹല്ലേലൂയ അങ്ങോട്ടേക്ക് പോകും. പണ്ട് ഞങ്ങളെ ഒരു പാസ്റ്റർ പറയുമായിരുന്നു, ഹല്ലേലൂയ പാസ്റ്റർ പറഞ്ഞാൽ നമ്മുടെ പണ്ടൊരു പരസ്യമുണ്ട്, അനിൽ സ്പ്രേ അല്ലെ, ഹാലൂയ. അതിന്റെ പരസ്യത്തിൽ പറഞ്ഞ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. അതുപോലെയാണ് ഓരോരുത്തർ ആവശ്യം വരുമ്പോൾ വരും, കാര്യം സാധിച്ചാൽ പിന്നെ പൊടി പോലും ഉണ്ടാകത്തില്ല കണ്ടുപിടിക്കാനായിട്ട്. പിന്നെ അടുത്ത ആവശ്യം വരുമ്പോൾ വരും. ഹാലൂയ. കാര്യം സാധിച്ചു കഴിയുമ്പോൾ പോവും. ഇങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ, കാര്യസാധനത്തിന് മാത്രം വരുന്ന, ഹല്ലേലൂയ ഡെലിവറൻസിന് വേണ്ടി മാത്രം വരുന്ന. ആ ഡെലിവറൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെ നോക്കണ്ട, പിന്നെ അടുത്ത പ്രശ്നം അവരുടെ ജീവിതത്തിൽ വന്നാലേ അവർ പിന്നെ ചർച്ച വരുത്തുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർ ഇന്നും ഉണ്ട്. എനിക്കറിയുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ ഇതുപോലെയാണ് ഹല്ലേലൂയ ഇന്നത്തെ ജനം. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് പ്രസംഗിക്കുന്ന യേശുവിനെ പലരും സ്റ്റേജിൽ നിൽക്കും ഭയങ്കരമായിട്ട് പ്രസംഗിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടോ? നമ്മുടെ കർത്താവ് യേശുക്രിസ്തു തന്നെ നമുക്കൊരു കാര്യം പറഞ്ഞു തന്നു. നിങ്ങൾ ഫലത്തെ നോക്കി വൃക്ഷത്തെ തിരിച്ചറിയണം, അല്ലേ? ഫലത്തെ നോക്കി വൃക്ഷത്തെ തിരിച്ചറിയണം. നമ്മളോട് ആ കർത്താവ് പറഞ്ഞ അപ്പോസ്തലന്മാരൊന്നും അല്ല, അവിടെ കർത്താവ് തന്നെ പറഞ്ഞത്. എന്താ ഫലം ഇല്ലാത്തതൊന്നും കർത്താവിനുള്ളതല്ല. ഇന്ന് നമ്മൾ ഫലം നോക്കാൻ പോവുകയാണെങ്കിൽ എത്ര പേരുണ്ടാവും ഫലമുള്ളവർ? ഞാൻ ഉൾപ്പെടെ നോക്കിക്കഴിഞ്ഞാൽ. ഹല്ലേലൂയ. ഈ ഫലം എന്ത് ഫലമാണ് നമ്മളിത് പുറത്തു വരുന്നത്? ഹല്ലേലൂയ. ഞാൻ വർത്തമാനം പറഞ്ഞു എനിക്ക്. ഹല്ലേലൂയ. ഇപ്പോഴത്തെ കാലത്ത് ഹല്ലേലൂയ പലരോടും നമ്മൾ അടുക്കണ്ട ആയിരുന്നു തോന്നുന്നു. ദൂരെ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ്. ഒരു സ്റ്റേജ് പ്രസംഗിക്കുന്ന നമ്മൾ ദൂരെ ഇരുന്ന് കണ്ടാൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരൊക്കെ നല്ലതാണ്, നല്ല ഭയങ്കര നമ്മുടെ ഉള്ളിൽ ഭയങ്കര മതിപ്പും ഒക്കെയാണ്. പക്ഷേ അടുത്തടുത്ത് ചെല്ലും തോറും നമുക്ക് മനസ്സിലാവും ഈ കാണുന്നതൊന്നും അല്ല യഥാർത്ഥം എന്ന് മനസ്സിലാവും. ഹല്ലേലൂയ. എവിടെ ഫലം എവിടെയാ?
ഹാലെ ഇവിടെ നമ്മൾ ഇവിടെ ഉപായത്താൽ ഉപായത്താൽ സർപ്പം ചതിച്ചു എന്ന് എഴുതിയിരിക്കുന്ന പോലെ ഇന്ന് ഓരോരുത്തരെയും പലവിധ ഉപായത്താൽ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു പണ്ടൊരിക്കൽ കണ്ട വെളിപ്പാട് ഞാൻ 2018 എനിക്ക് തോന്നുന്നു. ചൈനയിൽ നിന്ന് ഒരു ആളിങ്ങനെ മലഞ്ചെരുവിൽ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് അവരുടെ ഒരു ഈ ആചാര്യം പോലെ എനിക്ക് രൂപമൊക്കെ അങ്ങനെ തന്നെ പാമ്പിനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് വിടുകയാണ്. ഇത് പാമ്പല്ല, ഇന്ത്യയിലേക്ക് നൂഴ്ന്ന് കയറും. അപ്പൊ എന്നോട് കർത്താവ് പറഞ്ഞു, ഇത് എല്ലായിടത്തേക്കും ഒന്നുമല്ല പോകുന്നത്, വന്നിട്ട് കയറുന്നത് ദൈവസഭയ്ക്കുള്ളിലേക്കാണ്. ഈ സഭയ്ക്കുള്ളിലേക്ക് കയറിയിട്ട് അതുകൊണ്ടാണ് ഇന്ന് മത്സരം, ഭിന്നത, അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന പോലുള്ള പരിപാടികൾ ഇതെല്ലാം നടക്കുന്ന. പിന്നെ ദ്രവ്യാഗ്രഹം, സ്വസ്നേഹം, ഇതെല്ലാം ഇന്നും ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന വിശ്വാസം, അസൂയ, ഇതെല്ലാം ഏറ്റവും കൂടുതൽ വിശ്വാസികളുടെ ഹൃദയങ്ങളിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് കാരണം ഇന്ന് ഇതിനകത്തെല്ലാം പാമ്പ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോരുത്തരും കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നിപ്പോ നടക്കുന്ന പല സഭകളും ഞാൻ അന്നേരം നമ്മുടെ ദേവദാസൻ സാക്ഷ്യം പറഞ്ഞതാണ്. ഒരു ദിവസം അത് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒരു സഭയിൽ ചെന്ന് പിശാച് ബാധിച്ച ഭൂതം ബാധിച്ച ഒരു പെണ്ണിനെ ഭൂതത്തെ ഒഴിവാക്കാൻ പറഞ്ഞു. അവള് പറഞ്ഞു ഞാൻ ഇന്ന് പുറത്തു പോകത്തില്ല എന്ന് പറഞ്ഞു. കാരണം ഞാൻ ഈ സഭയിലെ മെമ്പറാണ്. കാരണം എന്താ, അപ്പൊ സഭയിലെ മെമ്പറാണ്. ദൈവാസനം ഞെട്ടിപ്പോ, നീ ഇങ്ങനെ സഭയിലെ മെമ്പറായ? ഇവള് സ്നാനപ്പെട്ടപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ഞാൻ ഇവളുണ്ട്, ഇവള് സ്നാനപ്പെട്ടപ്പോൾ ഞാൻ ഇവളുണ്ട്, ഇവള് കർത്തൃമേശ്വരക്ക് ഞാനതിലുണ്ട്. ഇവള് തന്നെ ഇരുന്നുകൊണ്ട് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഈ സഭയിലെ മെമ്പറാ, ഞാൻ പുറത്തു പോകത്തില്ല. ഇന്നത്തെ കാലത്ത് സഭയുടെ ഒരു അധപ്പതനമായത്. പണ്ടത്തെ കാലത്ത് ആൾക്കാർ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ കാത്തിരിപ്പ് യോഗങ്ങളൊക്കെ ഇരിക്കും പോലും അവിടെ വേറെ എന്താ പറയാ, ഈ മ്യൂസിക് സിസ്റ്റം മറ്റു പരിപാടികളൊന്നുമില്ല. കൈയടിച്ചും തമ്പേരടിച്ചും പാട്ട് പാടി ആരാധിച്ചു തുടങ്ങുമ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാരിൽ നിന്നുള്ള ഭൂതം വിട്ടുമാറി വലിയ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുവാണ്. കാരണം അവിടെ ഇറങ്ങുന്ന യഥാർത്ഥമായ ദൈവത്തിന്റെ പ്രസൻസ് ആണ്. ഇവിടെ പറഞ്ഞ പോലെ മറ്റൊരാത്മാവ്, ഇന്ന് ഇറങ്ങുന്ന ആത്മാവ് തുള്ളിയൊക്കെ ചാടിയൊക്കെ ചെയ്യും, പക്ഷെ ഇറങ്ങുന്ന ആത്മാവ് ഏതാണെന്നുള്ള ആത്മാവാണ് വെളിപ്പെടുന്നതെങ്കിൽ അവിടെ പിന്നെ ഒരു ഭൂതത്തിന് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഉറപ്പാണ്. കാരണം വെച്ചാൽ ഒരു ദുരാത്മാവിരിക്കുക, ഇന്ന് ദുരാത്മാവിനെയും ചുമന്നുകൊണ്ടാണ് പലരും ഇരിക്കുന്നതെങ്കിൽ ഇപ്പൊ നിങ്ങൾ ശരീരത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ സഭയിച്ചത് നിങ്ങൾ അനുഭവിക്കുന്ന ദൈവശക്തി അല്ലെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ഏത് ആത്മാവിന്റെ, പരിശുദ്ധാത്മാവിന്റെ തന്നെയാണോ എന്ന് നമ്മൾ ഒന്നും കൂടെ ശോധന ചെയ്ത് നോക്കണം. കാരണം ആത്മാവ് അഭിഷേകം മുഖത്തെ തകർക്കുന്നു. അഭിഷേകം ഇറങ്ങിയ മുഖങ്ങൾ തകരണം. ഹല്ലേലൂയ. അപ്പൊ മുഖം തകരുന്നില്ല എങ്കിൽ ഇറങ്ങുന്ന അഭിഷേകം ഏതാന്ന് ഒന്നുകൂടെ ഒന്ന് പരിശോധിച്ചു നോക്കണം. യേശു കർത്താവ് കടന്നു ചെന്നെടുത്ത് രോഗികളുടെ സഭ, അത് യേശു അല്ലേ? ശരി, അപ്പോസ്തലന്മാര് പോയ വഴിയിലും രോഗികൾ സൗഖ്യമായിരുന്നു. നിഴല് തട്ടിയിട്ട് പോലും. അപ്പൊ അവിടെയൊക്കെ സൗഖ്യം എങ്ങനെ സംഭവിക്കുന്നു? അപ്പൊ യേശു കർത്താവ് തന്നെ നിങ്ങൾ ശക്തി ധരിക്കണം. നമ്മൾ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ, ബലമുണ്ടെങ്കിൽ മാത്രമേ മറ്റൊരു ബലവാനെ പിടിച്ചു കെട്ടാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പലതും ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞ പോലെ ശുദ്രം ചെയ്ത് മയക്കിയതുപോലുള്ള ചില മായ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ മാറുക. അപ്പൊ ആ നിർമ്മലതയും ഏകാഗ്രതയും വിട്ടുപോകുന്നുണ്ട്. ഇത് ആരുടെ കുഴപ്പം? നമ്മുടെ ഓരോരുത്തരുടെ കുഴപ്പമാണ്. ശുശ്രൂഷിക്കുന്നവരെ മാത്രം കുഴപ്പം പറഞ്ഞ കാര്യമില്ല. പ്രാർത്ഥിക്കുന്നൊരു വിശ്വാസി ഉണ്ടെങ്കിൽ, അഭിഷേകത്തിനൊരു വിശ്വാസി ഉണ്ടെങ്കിൽ, അതിനിടയിൽ വചനം നല്ലോണം മെഡിറ്റേറ്റ് ചെയ്ത് ആത്മാവിന്റെ ശക്തിയോടെ കടന്ന് ഒരു വിശ്വാസി ഉണ്ടെങ്കിൽ അനേക ആൾക്കാരൊന്നും വേണ്ട. അപ്പൊ നമ്മൾ ഓരോരുത്തരും വേണ്ടും പോലെ ഒരുങ്ങുന്നില്ല എന്നുള്ളതാണ്. ദൈവത്തിന്റെ എന്തൊക്കെയോ നമുക്ക് നമ്മുടെ മുമ്പിൽ ഇതിനു മുമ്പത്തെ അതിൽ പറയുന്നുണ്ട്. ഇവിടെ 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം എന്ന് വായിക്കും സിസ്റ്ററെ. 9-ഉം 10-ഉം. 8-ൽ 7-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം. നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാൽ അത്രേ നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിലും ഛേദം വരാതെ വണ്ണം ദൈവഹിതപ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത്. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനാ ദുഃഖിച്ചതിനാൽ അത്രേ. ഇവിടെ പറയുന്നത് നമ്മൾ ഓരോ ദുഃഖവും എന്തിനായിരിക്കണം എന്നറിയാ?
അയ്യോ കർത്താവേ, എനിക്ക് ആ കാശ് കിട്ടിയില്ലല്ലോ, എനിക്ക് ആ ജോലി കിട്ടിയില്ലല്ലോ, എനിക്കത് കിട്ടിയില്ലല്ലോ, എൻ്റെ മോന് മാർക്ക് കുറഞ്ഞു പോയല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെയല്ല നമ്മൾ ദുഃഖിക്കേണ്ടുന്നത്. നമ്മുടെയൊക്കെ ദുഃഖം അങ്ങനെയൊക്കെ പലതും. ചില പറയാം മാനസാന്തരത്തിനായി ഓരോ ദുഃഖവും നമുക്ക് അനുതാപം ഉളവാക്കുന്നതായിരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ ഞാൻ എപ്പോഴും പറയും, നമ്മളൊരു വചനം കേൾക്കുമ്പോൾ കർത്താവെ എനിക്ക് അയ്യോ ഈ ഭാഗത്ത് ഞാൻ ക്ലിയർ അല്ലല്ലോ, എനിക്കിത് മാറ്റം വരണമല്ലോ എന്ന് ചോദിച്ചാൽ നമ്മൾ ദുഃഖി. ഓരോ ദിവസവും നമ്മൾ ഇവിടെ മാനസാന്തരം നമ്മുടെ ഉള്ളിൽ ഓരോ പ്രാവശ്യം വരണം. വചനം നമ്മൾ പറയും, വചനം കൊണ്ട് ചില ആൾക്കാർ കുത്തുമെന്ന് പറയും. അത് മാനുഷ്യമായി കുത്തുന്ന കുത്തലൊക്കെയാണ്. പക്ഷെ വചനം കേട്ടാൽ നമുക്ക് കുത്തു കൊള്ളണം. കാരണം വെച്ച് വചനമാണ് നമ്മൾ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ദുഃഖിച്ചാൽ പൗലോസ് നിങ്ങൾ ദുഃഖിച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ ഓരോരുത്തരും ദുഃഖം എന്തിനു വേണ്ടിയിട്ടുള്ള ദുഃഖമാണെന്നറിയണം. ഇവിടെ നമ്മുടെ ഗ്രൂപ്പിൽ ചില ആൾക്കാർ ഭയങ്കര ദാഹമാ, അവർക്ക് ഇപ്പം പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നിട്ട് വെളിപ്പാട് ദർശനങ്ങളോ ഒന്നും കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ വചനം ഒന്നും ദൈവം പറഞ്ഞ് കേട്ടില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. കാരണം എന്താ? അയ്യോ ദൈവം എന്നോട് സംസാരിച്ചു, ദൈവം എന്നോട് ഇടപെട്ടില്ലല്ലോ എന്നൊക്കെ പറയും. അത് എന്തുകൊണ്ടാ വെച്ചാൽ അത് വീണ്ടും വളരുവാനും നിറയുവാനുള്ള ഒരു ദുഃഖമായിരുന്നു. അല്ലാതെ ദൈവമേ എന്ന് കേട്ടെ എനിക്ക് പ്രവചനം ഒന്നും കിട്ടിയില്ലല്ലോ, എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് കേട്ടുള്ള ദുഃഖമായിരിക്കും. കാരണം പലപ്പോഴും സഭയിലേക്ക് കടന്നു പോകുന്ന പലരും പറഞ്ഞ് കടന്നു പോകുന്നത് അല്ലെ, ദൈവം എന്തെങ്കിലും എന്നോടൊന്ന് സംസാരിക്കണേ എന്ന് പറയും. അതിപ്പോ ദൈവത്തിന്റെ വചനത്തിൽ എന്നവിടെ ശുശ്രൂഷിക്കും വചനം നിങ്ങൾക്ക് വേണ്ടി ഒരു വേടെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പുറപ്പെടും, നിങ്ങൾ അത് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് കിട്ടി. പക്ഷെ അത് കേട്ടോണ്ട് മാത്രം സംതൃപ്തരാകത്തില്ല. കാരണം ദൈവദാസൻ പേര് വിളിച്ച് തലയെ കൈവച്ച് എന്തെങ്കിലും പറഞ്ഞാലും ഒരു സമാധാനം കിട്ടത്തുള്ള അവസ്ഥയുണ്ട്. ഇതൊക്കെ മാറണം. എന്താ വെച്ചാൽ അങ്ങനെ ഒരാൾ വന്ന് അവിടെ തലയെ കൈവച്ചിട്ടോ ഒരു പേര് വിളിച്ചിട്ടോ ഒരു കാര്യം പറയുന്നതിനെക്കാട്ടി വലിയതാണ് നമ്മൾക്ക് കേൾക്കുന്ന വചനത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന പ്രവചനം. അതാണ് യഥാർത്ഥ പ്രവചനം. അപ്പൊ അതുകൊണ്ട് നമ്മുടെയൊക്കെ ഹൃദയം എപ്പോഴും ദുഃഖത്തിൽ ആകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറയാം. യഥാർത്ഥമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം പറഞ്ഞേക്കുന്ന ഓരോ നന്മയ്ക്കും കുറവുണ്ടാവില്ല. അയ്യോ സിസ്റ്റർ അതൊക്കെ പറയാ, ഞങ്ങൾക്കൊക്കെ എന്ത് കിട്ടിയായിട്ട് ഇത് പറയുന്നു, എന്ത് നന്മയെ ഞങ്ങൾക്കുള്ളതെന്ന് പലരും ചോദിക്കുക. അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ കഷ്ടത ഇങ്ങനെ കഷ്ടത. കഴിഞ്ഞ ആഴ്ച എനിക്കൊന്ന് ഫസ്റ്റ് പ്രസംഗിച്ച് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും സമാധാനത്തോടെ ഇരിക്കാൻ, അത് എന്തോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അതാണ് പറ്റാത്തത്. അതാണ് ആർക്കും ഇല്ലാത്ത, ആർക്കും ഒരിക്കലും ഇരിക്കാൻ കഴിയാത്ത അങ്ങനെയാണെന്ന് പറയും. കാരണം വെച്ചാൽ പറയുന്നവർക്കൊക്കെ അങ്ങ് പറയാം, ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ, സാധാരണ എല്ലാവരും പറയുന്നതല്ലേ. പലപ്പോഴും ഈ പ്രസംഗിക്കുന്നവര് അതിനെക്കാട്ടി വലിയ തീച്ചുള്ളിൽ നിന്നുകൊണ്ടായിരിക്കും പ്രസംഗിക്കുന്നത്. അത് വേറെ കാര്യം. ആ പ്രസംഗിക്കുമ്പം അവരെന്തുകൊണ്ടാണ് ആ തീച്ചൂടിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടും അല്ലെങ്കിൽ അത് പ്രസംഗിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ വിശ്വാസമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ദൈവം കൊടുത്ത ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തം ചെയ്യുമ്പോൾ അവർക്ക് അബദ്ധം പറയുന്നവരാണോ? അല്ല, അവരുടെ പ്രശ്നത്തിലും പ്രയാസത്തിലും അവർക്ക് സ്വസ്ഥരായിരിക്കാൻ പറ്റുന്നുണ്ട്. ഹല്ലേലൂയ. അവർക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളപ്പോൾ തന്നെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ കഴിയും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ഒരു ആശ്വാസം ലഭിക്കുന്നത് കൊണ്ടാണ്. ഞാൻ എൻ്റെ ജീവിതത്തെ എടുത്തു പറയണം, ഞാൻ പറയും എനിക്ക് ഹാലല്ലേ ആരെൻ്റെ അടുത്ത് എന്ത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ എന്തൊക്കെ വലിയ തലയിലേക്ക് ആകാശം പിടിച്ചു വീഴുന്ന പ്രശ്നമാണെങ്കിലും ഞാനൊരു ആശ്വസിപ്പിക്കും. കാരണം എന്താ വെച്ചാൽ എനിക്കത് ദൈവം തരുന്നത് കൊണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഏതൊക്കെ വിഷയങ്ങൾ കടന്നു വന്നാലും നമ്മുടെ ജീവിതത്തിൽ അതിനെല്ലാം ദൈവം മതിയായവനാണ് ദൈവം പറഞ്ഞത്. അല്ലെങ്കിൽ അപ്പോഴും ദൈവം നമ്മളെ നടത്തുമെന്ന് പറഞ്ഞ് ദൈവം നമ്മളെ വഴിയിൽ ഇട്ട് പോകത്തില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുള്ളത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇത് പ്രസംഗിക്കുന്ന പലരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഇവരോട് പറയുന്ന കാര്യങ്ങൾ ഇവർ പറയുമ്പോഴൊക്കെ പൗലോസ് അവിടെ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, അവർ ഭയത്തിലാണ്, പുറത്ത് യുദ്ധം അകത്ത് ഭയം, ഇതൊക്കെ ഉള്ളപ്പോ തന്നെയാണ് ഇതൊക്കെ ഇവരോട് പറയുന്നതും ഇവരടുക്കലേക്ക് പോകുന്നതും ഇവർക്ക് ലേഖനങ്ങൾ എഴുതുന്നതും എല്ലാം ചെയ്യുന്നത്. പൗലോസിന്റെ ജീവിതയാത്ര നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും കഷ്ടത അനുഭവിച്ചൊരു മനുഷ്യൻ ഇതിനകത്ത് യേശു കർത്താവ് കഴിഞ്ഞ ശേഷം മറ്റൊരു ഇത്രയും കഷ്ടത അനുഭവിച്ച ഒരു മനുഷ്യനെ കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടാവില്ല, നമുക്ക് പറയാൻ പറ്റും പുതിയ നിയമത്തിൽ. അതുപോലെ കഷ്ടത അനുഭവിച്ചതാണ്. പക്ഷെ ആ മനുഷ്യനെ കുറിച്ച് ആ മനുഷ്യൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടതാണ്, ശരീരത്തോടു കൂടി അല്ലാതെ ഞാൻ അറിയുന്നില്ല. ഒത്തിരി സ്വയം പുകഴുവാൻ ഒത്തിരി ഉണ്ട്. എന്നിട്ടും അതേ ഇവിടെയൊക്കെ പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരായി മാറും പലപ്പോഴും. എന്തുകൊണ്ടാണെന്നറിയാം, നിങ്ങളെ നേടേണ്ടതിനും നിങ്ങളെ ക്രിസ്തുവിൽ ഉറപ്പിക്കേണ്ടതിനൊക്കെ. അപ്പൊ പലയിടത്തും താഴ്ന്നു കൊടുത്തു ഭൂമി ദേശകത്താനെ കുറിച്ച് നമ്മൾ കേൾക്കുന്ന ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി എന്ന് പറയുന്ന പോലെ ഇവിടെ പൗലോസ് പലയിടത്തും താഴ്ന്നു കൊടുക്കുന്നുണ്ട്. എന്തിനാ? അവരുടെ മുമ്പിൽ അവരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പൊ നമ്മള് ഒരു സാധാരണക്കാരൻ ഒരാളടുത്തേക്ക് ചെന്നിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വലിയ ആഷ്പുഷായിട്ടൊക്കെ സ്റ്റൈലിഷ് ആയിട്ടൊക്കെ സംശയം അവർക്ക് മനസ്സിലാകത്തില്ല. ഇപ്പൊ ഒരു പ്രായമായ ഒരാളോട് പോലും പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ അവരുടെ കൂടെ ചെന്ന് ഇരുന്ന്
അവരോട് ഇച്ചിരി വർത്താനമൊക്കെ പറഞ്ഞ് അവരുടെ ഭാഷ അവരുടെ ഇതൊക്കെ ഇത് മനസ്സിലാക്കി അതേപോലെ ഇരുന്നൊക്കെ ഒന്ന് സംസാരിച്ചാൽ മാത്രമേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ, അല്ലേ? അല്ല നമ്മള് മൈക്കൊക്കെ എടുത്ത് പിടിച്ച് ഇത് വലിയൊരു സ്റ്റൈലായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒന്നും മനസ്സിലാകത്തില്ല. കാരണം എവിടെയാണോ ആരോടാണ് പറയുക അവിടേക്കൊക്കെ. അപ്പൊ പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസ് അതെല്ലാം ചെയ്ത്, പക്ഷെ പൗലോസ് എന്നിട്ട് പലയിടത്തും പൗലോസ് ദേഷ്യപ്പെടുന്നതും ഇച്ചിരി ചൂടാകുന്നതും ഇച്ചിരി കർശനമായിട്ട് ഇവരോട് പറയുന്ന കാര്യങ്ങളൊക്കെ ഇവര് ക്രിസ്തുവിന്റെ നിർമ്മലത വിട്ടു പോകുന്നു മനസ്സിലാകുമ്പോഴാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ നല്ല കർക്കശമായിട്ടൊക്കെ പൗലോസ് പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അവര് വഷളായി പോയി എന്ന് അറിഞ്ഞപ്പോഴാ ആ സങ്കടം ആ ദുഃഖം എത്രത്തോളം ആമീൻ എന്താ പറയാ ജീവൻ കൊടുത്ത് ജീവൻ പണയം വെച്ച് നേടിയത് അവരെയൊക്കെ. എന്നിട്ട് അവര് വഷളായപ്പോ നമ്മള് തന്നെ, എന്റെ ഹൃദയത്തിൽ ഇപ്പൊ ഭയങ്കര വേദനയുണ്ട് ഒരാളെ കുറിച്ച്, നമുക്കറിയാം, അത് ഞാൻ പറയുന്നില്ല. ഹാലേലിയ. എന്താ വെച്ചാൽ നമ്മൾ അത്രത്തോളം എഫർട്ട് കൊടുത്ത് നേടി നിലനിർത്തി കൊണ്ടുവന്നൊരു വ്യക്തിയും ഇതിൽ നിന്ന് വിട്ടുമാറിപ്പോയി എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ മാറി നിൽക്കുന്നു എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വേദന ഉണ്ടാവും. കാരണം എന്താ, നമ്മൾ പലപ്പോഴും ഉറക്കം ഉളച്ചിരുന്നും സമയം ഒരുപാട് മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്തൊക്കെയാണ് അവരെ ഇതിൽ പൊക്കിക്കൊണ്ട് വന്നേക്കുന്നത്. എന്നിട്ട് ആള് താറാമസിസ്റ്റർ വിശ്വാസത്തെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ഉറപ്പിച്ച് നിർത്തി ഒരാളിപ്പോ ഇതൊക്കെ വിട്ടിട്ട് തോന്നിയ പോലെ സഞ്ചരിക്കാൻ പറഞ്ഞ വിഷമം ഉണ്ടാവില്ലയോ? ഉണ്ടാകത്തില്ലേ? ജനിപ്പിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അല്ല, നമ്മൾ വിശ്വാസി ജനിപ്പിച്ച ആരെങ്കിലും വഷളായി നടക്കുന്നു, നിർമ്മലത വിട്ടു പോകുന്നു, അല്ലെങ്കിൽ മന്ത്രവാദ അല്ലെങ്കിൽ മറ്റു മോശ സ്വഭാവങ്ങളിലൊക്കെ ആയിരിക്കുന്നു കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ അറിയാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് ഇവരെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം എനിക്കതുണ്ട്. കാരണം വെച്ചാൽ ചിലരങ്ങനെ നിൽക്കുന്നതാണ്. അപ്പൊ ഈ സങ്കടം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് എത്ര സങ്കടം. അപ്പൊ പൗലോസിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളാരും ജീവൻ പണയം വെച്ചിട്ടൊന്നും അല്ലാരും നേടിയേക്കുന്നത്. നമ്മളൊക്കെ ചുമ്മാ പോയി സുവിശേഷം പറയും എങ്ങനെയെങ്കിലൊക്കെ അതെങ്ങനെയൊക്കെ കർത്താവ് പ്രവർത്തിച്ചുകൊണ്ട് അവർ നമ്മൾ രക്ഷയിൽ വന്നേയായിരിക്കും. പക്ഷെ എന്നിട്ട് നമുക്ക് അവരെ കുറിച്ച് ഇത്ര വിഷമം ഉണ്ടാകുന്നെങ്കിൽ, സങ്കടം ഉണ്ടാകുന്നത് പൗലോസിനെ കുറിച്ച് ആലോചിച്ച് നോക്കണം. അല്ല, ഇവിടെ പൗലോസ് അതുകൊണ്ട് തന്നെ പൗലോസിന്റെ ഏക ഉദ്ദേശം എന്താന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല, അവരെ നിത്യതയിൽ എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. നമുക്കൊക്കെ ഇന്നത്തെ സഭയിൽ നമ്മൾ കാണുന്ന എല്ലാവർക്കും എങ്ങനെയും ഒന്ന് വെള്ളത്തിൽ പിടിച്ച് മുക്കി ആ കസേരയിൽ നിന്ന് കൊണ്ട് ഇരുത്തിയാൽ തീർന്നു എന്നല്ല. പക്ഷെ അല്ലെ, അതുകൊണ്ട് തീരുന്നില്ല എന്നും, വീണ്ടും അവരെ ഓരോ ദിവസം കഴിഞ്ഞ് അവർ നിർമ്മലരായി ദൈവത്തോട് അടുത്ത് വന്ന് നിത്യതയും കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണം, ഈ ആഗ്രഹമുണ്ട്. ഇന്നത്തെ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഇന്നത്തെ ആൾക്കാർക്കെല്ലാം രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, അവിടെ കൊണ്ട് തീർന്നു. അവരെ വിശുദ്ധിയിൽ തന്നെയാണോ ജീവിക്കുന്നത്, അവർ ദൈവത്തിന്റെ വചനത്തിൽ തന്നെയാണോ നിലനിൽക്കുന്നത് എന്ന് ആരും അന്വേഷിക്കുന്നില്ല, ഫോളോ അപ്പ് ചെയ്യുന്നില്ല. നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെ സ്ഥിരമായി വരുന്ന ഒരാളെ ഒരു ദിവസം പ്രേതം കണ്ടില്ല, നമുക്കൊരു വിഷമമാണ്. കാണുന്നില്ല. ഇപ്പൊ നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ ഒരു വ്യക്തി ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കയറുന്നില്ല, കാണുന്നില്ല, എന്തൊക്കെയോ തിരക്കിക്കാന്ന് പറഞ്ഞിട്ട് നടക്കുന്നത്. അപ്പൊ ഇവരൊക്കെ കയറിയില്ല, എല്ലാ ദിവസവും ഇവരുടെ മുഖമൊക്കെ അല്ലെങ്കിൽ വന്നില്ലെങ്കിൽ അവർ ഇടയ്ക്ക് ഒത്തിരി അവർ മിസ്സായി പോകുമ്പോൾ നമുക്കൊരു വിഷമം വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അവരുടെ ആത്മീയ ലെവല് എങ്ങനെയാണ് ഓരോ ദിവസം കഴിയും തോറും അത് കയറി വരുന്നത്. എന്നിട്ട് കയറി വന്നിട്ട് മിക്ക ആൾക്കാർക്കും സംഭവിക്കുന്നത് വെച്ചാൽ എന്നിട്ട് 10 സ്റ്റെപ്പ് കയറിയിട്ട് എന്ത് പറ്റും, പിന്നെ താഴോട്ടാണ് വീണ്ടും ഇത് തന്നെ കയറി. അപ്പൊ ഇവര് ഒരു ലെവല് കഴിഞ്ഞ് മോളോട്ട് പൊങ്ങി പോകുന്നില്ല. അതിന് കാരണം നമ്മൾ തന്നെയാ. കാരണം വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് ഒരു കാര്യം ചെയ്താൽ മാത്രമേ നമുക്ക് അതിനകത്ത് എക്സ്പെർട്ട് ആകാൻ പറ്റും. ഇപ്പൊ ജിമ്മിൽ പോകുന്ന ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ജിമ്മിൽ പോകുന്നവർക്ക് എന്താ, ഇന്ന് പോകുമ്പോൾ ശരീരത്തിനൊക്കെ വേദന, നാളെ റെസ്റ്റ് എടുത്ത് വീണ്ടും 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും പോയാൽ എന്തായിരിക്കും, ബേസിക് തന്നെ നിൽക്കത്തില്ല. എന്ന് പോയാലും പിന്നെ ബോഡി പെയിൻ. പക്ഷെ ഈ ബോഡി പെയിൻ വരുമ്പോൾ തന്നെ നമ്മൾ എന്റെ മോള് വയ്യാത്തുണ്ട് ബോഡി പെയിൻ വരുമ്പോൾ തന്നെ എന്താ വെച്ചാൽ വീണ്ടും 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 ആ ബോഡിയെ കൊണ്ട് തന്നെ ട്രെയിൻ ചെയ്യിക്കുകയാണെങ്കിൽ മാത്രമേ ഇത് വേദന മാറി അടുത്തൊരു ലെവലിൽ കയറാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഈ ആത്മാവിന്റെ, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ വചനധ്യാനം, നമ്മുടെ ആരാധന, ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. സ്ഥിരമായി നമ്മൾ ചെയ്യണം. ഇവിടെ പലപ്പോഴും നമ്മളെ വഷളാക്കി കളയുന്ന, ലോകത്തിന്റെ മോഹത്തിലേക്ക് നമ്മൾ വലിച്ചുകൊണ്ട് പോകുന്ന, ഹവ്വായെ ചതിച്ചതുപോലെ നമ്മളെ ചതിക്കുന്നത്, അത് പലതും ഇന്ന് ലോകം നമ്മുടെ മുമ്പിൽ വളരെ ഇങ്ങനെ എന്താ പറയാ നമുക്ക് ചുറ്റും വെളിപ്പെട്ട് നിൽക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ സാധു സുന്ദർ സിംഗ് പറഞ്ഞതുപോലെ അശുദ്ധമായ ലോകത്തിൽ നിന്ന് നമ്മളെ വിശുദ്ധരാക്കിയിട്ട് മറ്റൊരിടത്ത് കൊണ്ട് പാർപ്പിച്ചേക്കുമല്ല. നിങ്ങളെല്ലാം വേർപെടുത്തി ഞാനൊരു ചട്ടക്കൂടെ കവറുണ്ടാക്കി അതിനുള്ളിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിയേക്കല്ല. വിശുദ്ധരാക്കിയിട്ട് അശുദ്ധമായ ലോകത്തിൽ തന്നെ വിശുദ്ധരായി ജീവിക്കാൻ വേണ്ടി നമ്മളെ ആക്കി വെച്ചേക്കുക.
അപ്പം അശുദ്ധമായ ലോകത്തിൽ നിന്ന് എടുത്ത് വിശുദ്ധീകരിച്ച് ഈ അശുദ്ധമായ ലോകത്തിൽ തന്നെ വെച്ചിട്ട് നിങ്ങൾ വിശുദ്ധരായി ജീവിച്ച് കാണിക്കണം. ഇതാണ് നമ്മുടെ മേലുള്ള ടാസ്ക്. ഹല്ലേലൂയ. അപ്പൊ ഇതാണ് നമ്മുടെ പ്രശ്നം തന്നെ. നമ്മളിപ്പോൾ വിചാരിക്കും, ഞാൻ പണ്ട് പറയാറ്, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട 2016 ഹല്ലേലൂയ 2016 തന്നെ നമ്മുടെ അവിടെ ഒരു പുതിയൊരു എന്താ പറയാ, കുറേ ഏരിയയിൽ കുറേ ബിൽഡിങ്സ് ഒക്കെ പറഞ്ഞ് അവിടെ ഇപ്പം ഞാൻ അവിടെയാണ് എനിക്ക് ഫ്ലാറ്റ് എടുത്ത് തന്നത്. അല്ല, ആ സമയത്ത് അവിടെ ഈ ഇന്റർനെറ്റിന്റെ കേബിൾ ഒന്നും കൊടുത്തിരുന്നില്ല, ഫൈബർ കേബിൾ ഒന്നും വന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻ, വൈഫൈ കണക്ഷൻ വീടുകളിൽ കിട്ടത്തില്ല, ഡേറ്റ മാത്രമേ ഉള്ളൂ. അപ്പൊ അന്നേരം അതുപോലെ ടി വിക്ക് അവരെ ഡിഷ് വെച്ചേക്കുന്നത് നമ്മുടെ റൂമിലേക്കെല്ലാം ഫ്ലാറ്റിലേക്കെല്ലാം ടി വിയുടെ ഇത്. അപ്പൊ ഞാനത് ആ ടി വിയുടെ കേബിൾ ഞാൻ പറഞ്ഞു വേണ്ട, ഫ്രീ. എന്നിട്ട് ഇവന് വേണ്ട, വലിപ്പിച്ചില്ല. അല്ലെ, ടി വി ഓണാക്കിയല്ല. ഈ ഒരു വർഷം വൈഫൈ ഉണ്ടെങ്കിൽ നമ്മൾ അറിയാണ്ട് വേറെ ആവശ്യമില്ലാത്തത് ഡേറ്റ ആകുമ്പോൾ നമ്മൾ അത്യാവശ്യം മാത്രം ഉപയോഗിക്കുന്ന കൂട്ടത്തില്ല. അപ്പൊ അതല്ലാതെ അപ്പൊ ഞാൻ പറയൂ, ഞാൻ ഈ ഒരു വർഷം ടി വി കണ്ടിട്ടേ ഇല്ല. അല്ലില്ല, നെറ്റിലൊന്നും കയറി ബ്രൗസ് ചെയ്യാറേ ഇല്ല. പക്ഷെ ആ ഒരു വർഷം എനിക്ക് ഇപ്പോഴും അന്ന് പ്രാപിച്ചതൊക്കെ എനിക്ക് ഇപ്പോഴും ഇരിക്കുന്നത് എനിക്കറിയാൻ പറ്റും. കാണുക വെച്ച് കഴിഞ്ഞാൽ അപ്പൊ എന്നിട്ട് ഞാൻ പറയാം, ഞാൻ ഭയങ്കര വിശുദ്ധമായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല, കാരണം ഇത് ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചില്ല. അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റി വേണ്ടാന്ന് വെച്ച് ഞാനത് ബ്ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് ഞാനത് ഉപയോഗിച്ചില്ല. അപ്പൊ പക്ഷെ ദൈവം പറഞ്ഞെന്നാട്ടെ, കുഞ്ഞെ ഇതെല്ലാം ഉള്ളപ്പോൾ നീ ഇത് ഉപയോഗിക്കാതിരിക്കുമ്പോഴാണ് ഞാൻ പറയാം, നീ ജയിച്ചു എന്ന് പറയുന്നത്. നീ ലോകത്തെ ജയിച്ചു എന്ന് പറയുന്നത് നിനക്ക് ഇതെല്ലാം ഞാൻ തരും. ഇതെല്ലാം തരുമ്പം അല്ല, ഇതൊന്നും എനിക്ക് വേണ്ട, ഇതിലല്ല ഇതെന്റെ ലോകം, ഇതല്ല എന്റെ ലോകം, ഇതല്ല എന്റെ മോഹം എന്ന് പറയും. ഇതിനെ ഉപേക്ഷിക്കാൻ സാധിക്കും, മാത്രമേ ജയിക്കാൻ പറ്റും. ഞാൻ ഇന്നും അത് ജയിച്ചിട്ടുമില്ല കേട്ടോ. ഹാലല്ലേ, ടി വി കാണാറില്ല അധികം ഒന്നും. ഹാലേ, അത് ശരി. പക്ഷെ നെറ്റ് നമ്മള് യൂട്യൂബിൽ ഇങ്ങനെ ചുമ്മാ പറയുന്നത്, ഒരു പാചകം നോക്കാൻ, ഒരു മെസ്സേജ് കേൾക്കാനൊക്കെ കയറിയിരിക്കുന്നതായിരിക്കും. പക്ഷെ അറിയാണ്ട് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. ഹാലല്ലേ, ഇതിനെ നമ്മൾ ജയിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ജയം ജയിക്കുന്നത്. അതിപ്പോ ഞാനൊരു എക്സാമ്പിൾ യൂട്യൂബ് പറഞ്ഞ, അല്ലെങ്കിൽ നമ്മൾ നെറ്റ് പറഞ്ഞെങ്കിലും മറ്റ് പലതുമായിരിക്കും പലർക്കും. ഇതിന് നമ്മൾ എപ്പോൾ അതിനെ ജയിക്കുമ്പോഴാണ്, ഇത് നമ്മുടെ കയ്യിൽ ഉള്ളപ്പോൾ തന്നെ, എല്ലാ ആക്സസും നമ്മൾക്കുള്ളപ്പോൾ നമ്മളിത് വേണ്ട എന്ന് വെക്കുമ്പോഴാണ് നമ്മുടെ ജയം വരുന്നത്. അല്ല, ഇന്ന് ഉപായത്താൽ അന്ന് ഹവയെ സർപ്പം വന്ന് ചതിച്ചതിന് ഒരു വഴിയെ നമ്മൾ കണ്ടിട്ടു. പക്ഷെ ഇന്ന് നമുക്ക് അനേക വഴികൾ ഓപ്പണായി കിടക്കുക. എങ്ങനെ വേണമെങ്കിലും തെറ്റിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഏറ്റവും വലിയ നമ്മുടെ ശത്രു ആരാന്ന് ചോദിച്ചാൽ, അല്ല, നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ തന്നെയാണ്. അതില്ലാത്തവരാരുമില്ല. ഉള്ളവരൊക്കെ ഹാലയിലൂയ താത്ത് വെച്ച് ഇതിന് ആവശ്യത്തിന് മാത്രം എടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. നിങ്ങൾ അതിനെ ജയിച്ചു. ഹാലയിലൂയ. അല്ലാത്ത ആർക്കാരും ജയിക്കാൻ കഴിയത്തില്ല. ഇവിടെ പറയുന്ന കണക്ക് ഹാലയിലൂയ, യേശു കർത്താവ് അല്ലെ, നമ്മളെ ഉപായത്താൽ, ക്രിസ്തുവിന്റെ ഉപായത്താൽ ഹാലയിലൂയ ഹവ്വായെ ചതിച്ച്. അവിടെ നമുക്കൊരു ഉപായം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഭാഗമാണ് ഞാൻ അങ്ങോട്ട് പോകാത്ത. എന്തൊക്കെ ഉപായങ്ങൾ അവിടെ പറഞ്ഞു, അതിനകത്ത് നമ്മൾ പലപ്പോഴും നമ്മൾ പറഞ്ഞു തന്നെയാ. ഹവ്വ എന്തുകൊണ്ടാണ് പാമ്പ് എന്തുകൊണ്ടാണ് ഹവ്വയെ ചതിക്കാൻ കാരണമായത്? പാമ്പ് പറയുന്ന കേൾക്കാനായിട്ട് ഹവ്വ റെസ്പോണ്ട് ചെയ്യാനൊക്കെ ഹവ്വ റെഡി ആയതുകൊണ്ടാണ്, അല്ലേ? കുറെ ദിവസമൊക്കെ കയറി വന്ന് അമ്മച്ചി വർത്താനൊക്കെ പറഞ്ഞൊക്കെ നിന്ന് കാണും. അത് കഴിഞ്ഞപ്പോൾ പാമ്പ് പയ്യെ അങ്ങോട്ട് ഓരോ ചോദ്യമൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ അമ്മച്ചി ഇച്ചിരി കയ്യിൽ നിന്ന് ഇട്ടൊക്കെ ഇങ്ങോട്ട് പറയാൻ തുടങ്ങി. അപ്പം മനസ്സിലായി, ഇച്ചിരി ഇട്ടൊക്കെ പറയുന്ന ആളായതുകൊണ്ട് നമുക്ക് ഇത്തിരി പ്രയോഗിച്ചു നോക്കാം എന്നല്ലേ. നമ്മൾ ഇപ്പോഴത്തെ ദിവസം ആ ഭാഗത്ത് ചിന്തിക്കുന്നൊന്നും ആ ഭാഗം തൊട്ട് തിരിച്ചു വരാം നമുക്ക്. ഹല്ലേലൂയ. മൂന്നാം അധ്യായത്തിനൊന്ന് വായിക്കോ സിസ്റ്റർ. കുറെ പ്രാവശ്യം കേട്ടാണ് ചിലർക്ക് ബോറടിക്കുന്നുണ്ടാവും കേൾക്കാത്തിരുന്നെങ്കിൽ. മ്യൂട്ടാണേ. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും വരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്നറിഞ്ഞു. അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക്
അരയാടയുണ്ടാക്കി. മതി സിസ്റ്റർ, മതി. ഇതിന്റെ ഇവിടെ പാമ്പ് ചോദിക്കുന്നത് എന്താ? തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെയും ഫലം നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്നാണോ എന്നൊന്നും ചോദിക്കും. യാതൊരു വൃക്ഷത്തിന്റെയും. അപ്പൊ സ്ത്രീ പറയുന്ന മറുപടി എന്താ? ഹല്ലേലൂയ. തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കുക തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ദൈവം അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്ന 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം നമുക്ക് വായിക്കാം. യഹോവ ദൈവം മനുഷ്യരോട് കൽപ്പിച്ചെന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെ ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഒരൊറ്റ വൃക്ഷത്തിന്റെ ഫലം മാത്രമേ തിന്നരുതെന്ന് കൽപ്പിക്കൂ. അവിടെ ജീവന്റെ വൃക്ഷം നിപ്പുണ്ട്. ഹല്ലേലൂയ. അതുപോലെ തിന്നുന്ന ദൈവം പറഞ്ഞില്ല. പക്ഷെ ഈ ഒരു വൃക്ഷത്തിന്, അപ്പൊ ഇവിടെ പറയുന്ന തോട്ടത്തിൽ അപ്പൊ തിന്നുന്ന ആളെ നീ മരിക്കും. തോട്ടത്തിലെ നടുവിൽ നിൽക്കുന്ന വൃക്ഷം, അതിന്റെ ഫലം അവ പറയുന്നത് എന്താ? ഫലം തോട്ടത്തിൽ വൃക്ഷത്തെ ഫലം നിൽക്കുക, എന്നാൽ നിങ്ങൾ മരിക്കാതിരി തോട്ടത്തെ നടുവിൽ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തൊടുകയും അരുത് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ദൈവം അങ്ങനെ കൽപ്പിച്ചായിരുന്നു. തൊടരുത്, അങ്ങോട്ട് പോകരുത്, നോക്കരുത്. കാരണം അപ്പൊ അവളിച്ച് കൂട്ടി ഇച്ചിരി കൂടെ ഇട്ട് കൂട്ടി പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോഴാണ് പാമ്പിന് മനസ്സിലായ ഇവൾ ഇത്തിരി കയ്യിൽ നിന്നൊക്കെ ഇട്ട് കൂട്ടി പറയുന്ന കൂട്ടത്തിലായിട്ട് നമ്മൾ പറയത്തില്ല. ഒരാൾ എന്തെങ്കിലും പറഞ്ഞ് അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ, പണ്ട് ഞങ്ങളെ പഠിപ്പിച്ച സാറ് വരുന്ന ഒരാളൊരു ദിവസം കറുത്ത എന്തോ ഒരു സാധനം ശബ്ദിച്ച് പറഞ്ഞു പിന്നെ കാക്കയെ ശബ്ദിച്ച് നിർത്തി അവസാനം എത്തിയപ്പോഴത്. കാരണം അതാണ് നമ്മളെല്ലാവരും കയ്യിൽ നിന്ന് ഇച്ചിരി കൂടി ഇടും, നമ്മുടെ ഭാഗമായിട്ട് ഇത്തിരി കൂടെ അതിനകത്ത് ആഡ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. അങ്ങനെ ഇട്ടുകൂട്ടി പറയുന്ന സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടെ കളഞ്ഞേക്കണം. കേൾക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അങ്ങോട്ട് പറയണമെന്നുള്ളതാണെങ്കിൽ പോലും ഉള്ളത് മാത്രമേ പറയാൻ, മാക്സിമം പറയാതിരിക്കുക. ഒരാൾക്കിടയിൽ നിന്ന് കേട്ടിട്ട് അടുത്തടുത്ത് കൊണ്ട് കൊടുക്കാതിരിക്കുക. ഇല്ലെങ്കിൽ ഇൻ കേസ് പറയുന്നെങ്കിൽ അത് അതുപോലെ തന്നെ പോയി പറയാം. അല്ലാതെ നമ്മുടെ പാട്ടായിട്ട് കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊണ്ട് കൊടുക്കരുത്. ഹല്ലേലൂയ. ആ സ്വഭാവം ഉണ്ടെങ്കിൽ പിശാച് കയറിയിരിക്കും. ആ പിശാച് പിന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് കുഴി ചാടിച്ചിരിക്കും. ഇവിടെ ഹവ്വയുടെ ഈ സ്വഭാവം മനസ്സിലായി. അത് കഴിഞ്ഞ ശേഷം ഹല്ലേലൂയ തോട്ടം നടുവിൽ തൊടിയായിരുന്നു ദൈവം കവിയെന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോ, നിങ്ങൾ മരിക്കുക നിശ്ചയ തിന്നുന്നാൾ നിങ്ങളെ കണ്ണു തുറക്കുക, നിങ്ങൾ നന്മത്തിനും അറിയുന്ന ദൈവത്തെ പോലെ ആകുകയും ചെയ്യും. അപ്പൊ പാമ്പ് എന്ത് പറഞ്ഞു കൊടുത്തു? നിങ്ങള് നന്മ തിന്മകളൊക്കെ നിങ്ങൾ ദൈവത്തെ പോലെ ആകും. അപ്പൊ പുള്ളിക്കാര് വിചാരിച്ചു കൊള്ളാമല്ലോ, ദൈവം ഇന്നിപ്പോ ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാകട്ടെ എന്നെല്ലാം സൃഷ്ടിച്ചൊക്കെ വന്നിട്ട് നമ്മൾ വന്ന് നമ്മൾ ഇതുപോലെ വന്ന് മഹത്വത്തിലൊക്കെ വന്ന് ഇറങ്ങി വന്ന് ഇത്രയൊക്കെ, അപ്പൊ ഇതിന്റെ എല്ലാം യജമാനൻ ദൈവമാണല്ലോ, അപ്പൊ അതുപോലെ എനിക്ക് ആകാം. അപ്പൊ പിശാചി ചിന്തിച്ച അതേ ചിന്തയാണ് പുള്ളിക്കാരുടെ ഉള്ളിലും വന്നത്. അല്ലെ? പിശാചി എന്താ പറഞ്ഞേ? ദൈവത്തിന്റെ സിംഹാസനത്തിന് ഒപ്പം ഒന്ന് ഇരുന്നാ കൊള്ളായിരുന്നു. ആ സിംഹാസനൊപ്പം. അപ്പം ദൈവത്തെ പോലെ ആകാൻ വേണ്ടി നടക്കുന്ന ഒരാളാണ് പിശാച്. അവൻ മനുഷ്യന്റെ ഹൃദയത്തിൽ എന്ത് പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞ് ഉപായത്താൽ ഹവ്വയെ ചതിച്ചു എന്ന് പറഞ്ഞ് അതാണ്. ഇന്ന് കാണുന്ന പല സെലിബ്രിറ്റി പാസ്റ്റേഴ്സ് നിങ്ങൾ നോക്കിയാൽ അവരുടെ എല്ലാം വിചാരം അവർ ദൈവമാണെന്ന. യേശുക്രിസ്തുവിനെ പോലെ അല്ലെങ്കിൽ യേശുക്രിസ്തു ആണെന്ന് തന്നെ ചിന്തിച്ചുകൊണ്ട് ശുശ്രൂഷ പലരും ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ എന്നാൽ എന്ന് വെച്ചാൽ ഇവരുടെ എല്ലാം വിചാരം എന്താ വെച്ചാൽ ഉള്ളിലുള്ള പറച്ചിലും അഹംഭാവം എന്ന് വെച്ചാൽ ഇവരെന്തൊക്കെയോ ചെയ്യുന്നത്. ഹല്ലേലൂയ. അവരെല്ലാവരും എന്താ ആഗ്രഹിക്കുന്നത്? ദൈവത്തെ പോലെ യേശുകർത്താ ചെയ്തതുപോലെ ആകാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. യേശുവിനെ പോലെ ആകാൻ ആർക്കും സാധിക്കത്തില്ല. ഹല്ലേലൂയ. കാരണം വെച്ചാൽ യേശുവിന് മാത്രമേ, അപ്പൊ നമ്മൾ യേശുവിനെ പോലെ ആകാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ ഹൃദയത്തിൽ എന്താണെന്ന് ആഗ്രഹം എന്താ? യേശുവിനെ പോലെ, യേശു ചെയ്ത പോലെ ചെയ്യണം, യേശു നടന്നതുപോലെ നടക്കണം, യേശുവിന്റെ സ്വഭാവം നമ്മൾ ഇതൊക്കെ നമുക്ക് ആഗ്രഹിക്കും. പക്ഷേ നമ്മുടെ തലയ്ക്കുള്ളിൽ കയറുന്ന എന്താ? ഇവിടെ പറഞ്ഞ പോലെ നിങ്ങൾ ദൈവത്തെ പോലെയാകാം, അല്ലെ ദൈവത്തോട് ഒപ്പം നിൽക്കണമെന്ന്, അല്ലെ ദൈവത്തിന്റെ ആ മഹത്വത്തിന്റെ ഹല്ലേലൂയ ആമേൻ സ്തോത്രം അതുപോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹം. രണ്ടും രണ്ടാ. നമ്മൾ ക്രിസ്തുവിനെ ഇഷ്ടം, യേശുവിനെ ഇഷ്ടം, നമുക്ക് യേശുവിനെ ഫോളോ ചെയ്യും, നമ്മൾ യേശുവിന്റെ ഫോളോവറാണ്, യേശുവിനെ പോലെ തന്നെ നമ്മൾ നടക്കണം, യേശുവിനെ പോലെ ചിന്തിക്കണം, യേശുവിനെ പോലെ പ്രവർത്തിക്കണം. പക്ഷേ ഈ ചിന്ത ഏത് രീതിയിലാണ് വരുന്നെന്നുള്ളതാണ്. അഹങ്കാരത്തോടെ, അല്ലെങ്കിൽ എനിക്ക് ആ പദവി വേണമെന്ന്. നമ്മുടെ അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് ശിമോൻ വന്നിട്ട് പറഞ്ഞ കണക്ക് ഞാൻ ആരുടെങ്കിലും എനിക്ക് തലയെ കൈവച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത് ലഭിക്കേണ്ടതിന് എനിക്ക് ഞാൻ കുറച്ച് പണം തരാം. ഈ മനോഭാവമാണോ നമ്മൾ ഉള്ളതെന്ന് ചിന്തിക്കണം. ഇവിടെ പറയുന്ന ഒരു കാര്യമാണ്. ഹവ്വായെ ചതിച്ചെന്ന് പറഞ്ഞിരിക്കുന്ന പൗലോസ് എഴുതിയിരിക്കുന്നവർ കാണാൻ ഇന്ന് പലരും ആ ഒരു ഭാഗത്ത് ആ ഒരു ചിന്തത്തിനാണ്. എന്നിട്ട് തൊട്ടടുത്ത് പറയുന്നത് ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപം കാമ്യെന്ന് സ്ത്രീ കണ്ട് പറിച്ചു തിന്നും. ഹല്ലേലൂയ. എങ്ങനെ കണ്ട് കാണാൻ ഭംഗിയുള്ളതാ, കണ്ട് മനസ്സിലായി. നമ്മളിത് കാണുന്ന
ഏറ്റവും കാണാൻ ഭംഗിയുള്ള പല ഫലങ്ങളും നമ്മൾ തിന്നുമ്പോൾ നമുക്ക് വലിയ സുഖമൊന്നും തോന്നത്തില്ല, അല്ലേ? എനിക്ക് ചിലപ്പോൾ ഭംഗിയുള്ള കണ്ടിട്ടൊക്കെ ഞാൻ വാങ്ങിച്ചു നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടത്തേയില്ല. അത് കാരണം വെച്ചാൽ ഒരു ഭംഗിയില്ലാത്ത സാധനത്തിനുള്ള രുചിയൊന്നും അതിനകത്ത് ഉണ്ടാകത്തില്ല. അപ്പൊ ഇവിടെ പറഞ്ഞ അമ്മ കാണുവാൻ ഭംഗിയുള്ളത് ഓക്കെ, സമ്മതിച്ച്. പക്ഷെ തിന്മാൻ നല്ലതാണെന്ന് എങ്ങനെ അറിഞ്ഞു? ജ്ഞാനം പ്രയത്നം കാമ്യമെന്ന് എങ്ങനെ അറിഞ്ഞു? ചെയ്തു നോക്കിയോ? തിന്നു നോക്കിയോ? ഇന്ന് പലപ്പോഴും നമ്മളെയും തെറ്റിക്കുന്നത് ഇതുപോലൊക്കെ തന്നെയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ അയ്യോ സിസ്റ്ററെ പോയി അങ്ങോട്ട് നിന്നാൽ മതി കേട്ടോ, പിന്നെ എല്ലാം ഡെലിവറൻസ് ആയിട്ട് തിരിച്ചു. പിന്നെ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ ആമേ, ഇവിടെ വാതിലിലൊക്കെ ഇങ്ങനെ പടപടപടയെന്ന് തുറന്നു വരും എന്നൊക്കെ പറയും. നമ്മളിത് കേട്ടോണ്ട് അങ്ങ് പോകും. ഹല്ലേലൂയ. എന്താ നമ്മൾ പറയും, അവിടെ പോയി കഴിഞ്ഞാൽ പ്രശ്നം എല്ലാം തീർന്നു. അവരൊന്ന് കണ്ടാൽ മതി, അവരൊന്ന് തലയിൽ കൈവച്ചാൽ മതി, അവരൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഇല്ലെന്നേ, നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പറയും, ഞാൻ പണ്ടിങ്ങനെ പറഞ്ഞ കണക്ക് TB ജോഷി ഇപ്പൊ ഇല്ല, അദ്ദേഹം വന്ന് തലയെ കൈവച്ചാലും ചിലരുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. കാരണം വെച്ചാൽ ആ സംഭവിക്കണമെങ്കിൽ മോളിൽ ഇരിക്കുന്നതും തീരുമാനിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഹൃദയത്തിൽ മാറ്റം വരാതെ നമ്മുടെ ഹൃദയത്തിൽ അഴുക്കം വെച്ച് ഈ ദുർമാർഗങ്ങളും കൊണ്ട് നടന്നിട്ട് ഒരു ദൈവാസം തലയെ കൈവച്ചാൽ ഡെലിവറൻസ് നടക്കാൻ പോകുന്നു. അല്ല, നമ്മളെ ഡെലിവർ ചെയ്യുന്ന ദൈവമാണ്. ആ ദൈവം തീരുമാനിക്കണം നമ്മുടെ തലയിൽ ആര്. അപ്പൊ നിന്റെ സമയമായെങ്കിൽ നീ ഒരുക്കപ്പെട്ട ഏതെങ്കിലും കുഞ്ഞു വന്ന് നിന്റെ അടുത്തൊന്ന് പറഞ്ഞാൽ പോലും കലയൊക്കെ വെച്ചാൽ പോലും, ഇപ്പം വിജയൻ പാസ്റ്റർ ബാക്കി പറയണേ പറയും, ഒരു ദൈവദാസന്മാരും നിന്റെ അടുത്ത് കൈ വെച്ചില്ലേലും കുഴപ്പമില്ല, ദൈവം ദൂതനെ അയച്ച് നേരിട്ട് ഇറങ്ങി വിടുവിക്കും. ഹാലയില് നിന്റെ വിടുതൽ സമയമാകുമ്പോൾ. അപ്പൊ പ്രാർത്ഥിക്കാൻ ആരുമില്ലേ, വിഷമിക്കേണ്ട. നമുക്ക് വേണ്ടി ശുശ്രൂഷിക്കാറില്ലേ, വിഷമിക്കേണ്ട. ഹാലയിലെ കാരണം നമ്മളെ അറിയുന്ന, നമ്മുടെ ഹൃദയത്തെ അറിയുന്ന ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം നേരിട്ട് നമ്മളെ വിടുവിക്കും. ആരും വേണ്ട ഇതൊക്കെ ചെയ്യാനായിട്ട്. ഇതാണ്. അപ്പൊ നമ്മുടെ ഹൃദയം ഹല്ലേലൂയ എന്ത് ആഗ്രഹത്തോടുകൂടി ഓരോ കാര്യങ്ങൾക്കും. ഹവ്വ ഇവിടെ ചതിക്കപ്പെട്ടത്, ഹവ്വയെ വെറുതെ ചതിക്കപ്പെട്ടതല്ല, ഹവ്വയുടെ ഹൃദയത്തിൽ ഈ ആഗ്രഹമൊക്കെ വന്നു കയറിയുണ്ട്, ഈ ദുരാഗ്രഹം വന്നു കയറിയോണ്ടാ ചതിക്കപ്പെട്ടത്. നമ്മൾ പണ്ട് പറയായിരുന്നു, ഈ ആൾക്കാർ ഈ പറ്റിക്കപ്പെടുന്ന പറയാറുണ്ടോ? അയ്യോ സിസ്റ്റർ എവിടെ പോയി പറ്റിക്കട്ടെ, ഇവിടെ പോയി പറ്റിക്കട്ടെ. ഈ പറ്റിക്കപ്പെടുന്ന ആരാന്നറിയോ? ഇച്ചിരി എന്താ പറയാ, നല്ല അത് എവിടുന്നെങ്കിലും ആരെങ്കിലും പറ്റിച്ച് കുറച്ച് കാശ് ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിക്കുന്നവരെ പറ്റിക്കാൻ പറ്റും. കാരണം വെച്ചാൽ അവരാണ് ഇച്ചിരി കൂടുതൽ കിട്ടുമ്പോൾ കൊണ്ടുകൂടെ എന്താ ഈ ദുരാഗ്രഹമുള്ള കിടക്കുന്നുണ്ട്, ഉള്ളതും കൂടെ പോയി കിട്ടും. അല്ലാതെ നേരായിട്ട് എനിക്ക് ഉള്ളതും മതി, ഞാൻ ഇതുകൊണ്ട് തൃപ്തിയാണെന്നുള്ള ആർക്കും പറ്റിക്കാൻ പറ്റത്തില്ല. ശരിയല്ലേ സിസ്റ്ററെ? ശരിയാ. അതുപോലെ തന്നെ ഇവിടെ ഹവ്വായി ഉപായത്തെ ചതിച്ച് എന്തുകൊണ്ടാച്ചാ ഹവ്വയുടെ ഹൃദയത്തിലേക്ക് ഈ ദുരാഗ്രഹങ്ങൾ വന്നു കയറിയത് കൊണ്ടാ. പിശാചി പോയി പലപ്പോഴായി പറഞ്ഞു കൊടുത്തതായിരിക്കും, പക്ഷെ പറഞ്ഞു കൊടുത്തപ്പോഴും അതിനകത്ത് വീണ് പോയ. അത് തന്നെയാണ് പൗലോസ് ഇന്ന് പുതിയ നിയമ ഇസ്രായേലിനെ നോക്കി, കൊരിന്ത്യ സഭയെ നോക്കി, നമ്മളെ നോക്കിയും പറയുന്നത്, ഹവ്വായെ സർപ്പ ഉപായത്തെ ചതിച്ചതുപോലെ ഇന്ന് നിങ്ങളും വഷളായി പോകുന്നു. കാരണം വെച്ചാൽ ഇന്ന് നമ്മുടെ മുമ്പിലേക്കും പലതും കൊണ്ട് നിറ്റും നമ്മുടെ ഉള്ളിലേക്ക് ഈ ദുരാഗ്രഹം കയറണം. എനിക്ക് അവരെ പോലെ, എനിക്ക് ഇവരെ പോലെ, അവര് ചെയ്യുന്നതൊക്കെ ചെയ്യണം, ഇവര് ചെയ്യുന്നതൊക്കെ, അല്ലെ അവർക്ക് കണ്ട വലിയ കാറ് കിട്ടി, അവർക്ക് കണ്ട വലിയ വീട് കിട്ടി. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ദുരാഗ്രഹത്തിനെ വിതയ്ക്കാൻ കഴിയുന്നത് കൊണ്ടാണ് നമ്മളെ ചതിക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ നമ്മളെ ചതിക്കാൻ പറ്റത്തില്ല. നമ്മളെ പറയുന്നത് കർത്താവ് നീ എനിക്ക് തരുന്നത് മതി, അല്ലെങ്കിൽ കർത്താവ് എന്നെ ഓരോ ദിവസം കർത്താവ് എന്നോട് പറഞ്ഞതുപോലെ ഞാൻ ഇരിക്കുക, കർത്താവ് സമയമാകുമ്പോൾ എന്നെ പുറത്തെടുത്തോളും, അല്ലെ കർത്താവ് സമയമാകുമ്പോൾ എന്നെ കൊണ്ട് ചെയ്യിച്ചോളും, എനിക്ക് ദൈവത്തിന്റെ ഹിതം മതി എന്ന് പറഞ്ഞിരിക്കാൻ നമ്മളെ ചതിക്കാൻ ആർക്കും പറ്റത്തില്ല. ഒരിടത്ത് പോലെ നമ്മൾ പോയി പറ്റിക്കപ്പെടത്തില്ല, ചതിക്കപ്പെടത്തില്ല. അല്ലാത്തടത്താണ് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഓടിപ്പോയിട്ട് പേഴ്സണിൽ മൊത്തം കൊണ്ട് കൊടുത്ത്, കഴുത്തെ കിടന്ന് ഊരി കൊടുത്ത്, കയ്യിൽ കിടന്ന് ഊരി കൊടുത്ത്, അവിടെ എന്താ പറയാ, ഓരോ പ്രസംഗിക്കുമ്പം അതിനുവേണ്ടി വിതച്ച് അത് വിതയ്ക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ നീ വിതയ്ക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ ആഗ്രഹം എന്താണെന്ന് അറിഞ്ഞിട്ട് ദൈവം നിനക്ക് പ്രതിഫലം തരുന്നത്. ഉച്ചയിട്ട് കളിക്കാരൻ്റെ കണക്ക് ഒന്ന് വെച്ചാൽ 10 കിട്ടുമെന്ന് പറഞ്ഞാൽ നീ വിതയ്ക്കുന്നെങ്കിൽ നിന്റെ ഒന്നുകൂടെ പോയി കിട്ടും, അല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. എനിക്കറിയുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നത് പോലെ. അവര് അവസാനം കൈകൾ മോതിരൊക്കെ ഊരി കൊടുത്തിട്ട് ദേവദാസന്മാർക്ക് കൊടുത്ത അവസാനം കടലും കടപ്പുറൊക്കെ ആയിട്ട് വിശ്വാസം വിട്ടു പോയിട്ട് വന്ന്. കാരണം എന്താ, ആ ദുരാഗ്രഹം നിന്റെ ഉള്ളിൽ കൊടുക്കുമ്പോൾ എങ്ങനെ നീ കൊടുക്കുന്നു, എന്തിനു വേണ്ടി നീ അത് ചെയ്യുന്നു, എങ്ങനെ നീ അവിടെ എത്തുന്നു, നീ എങ്ങനെ ഇതെല്ലാം ദൈവം നിങ്ങളുടെ ഹൃദയം ആരുടെ കയ്യിൽ ഇരിക്കുന്ന ഓർമ്മ വേണം നമ്മൾ. ഇത് നമ്മുടെ ദൈവത്തിന്റെ കയ്യിൽ നമ്മുടെ ഹൃദയം ഇരിക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും ഓരോ മീറ്റിങ്ങിലും നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കേൾക്കുന്ന വചനം നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ എന്ത് ആഗ്രഹത്തോടു കൂടി അത് റിസീവ് ചെയ്യുന്നു. എനിക്ക് അവരെക്കാട്ടി വലുതാകണം, ഇവരെക്കാട്ടി വലുതാകണം. ശുശ്രൂഷയെക്കുറിച്ച് നമുക്ക് ആഗ്രഹിക്കാം. ആഗ്രഹമൊക്കെ നമുക്ക് നല്ലത് തന്നെ. കാരണം ഞാൻ ഒത്തിരി ഒത്തിരി ചോദിക്കുകയും ചെയ്യുന്ന ആളാണ് ദൈവത്തോട്. പക്ഷെ അത് എന്തിനു വേണ്ടിയിട്ടാണ് ചോദിക്കുക വെച്ചാൽ നശിച്ചു പോകുന്ന ആത്മാക്കൾ ഓർത്താണോ നീ നോക്കുന്നത്, അതോ നിനക്ക് സെലിബ്രിറ്റി ആകാൻ വേണ്ടിയാണോ നീ ചോദിക്കുന്നത്? ദൈവം നമ്മളോട്, ഞാൻ പറഞ്ഞത് നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ പല പ്രാവശ്യം നമ്മളോട് ദൈവം ആദ്യം എന്നോട് പറഞ്ഞിട്ടാണ് ഒറ്റ ടെസ്റ്റിമണി റെക്കോർഡ് ചെയ്യരുത്.
പബ്ലിഷ് ചെയ്യരുത്. അല്ലേ സാറാമ്മ സിസ്റ്റർ? ഞാൻ പല പ്രാവശ്യം പറയാം, നമ്മളിവിടെ ടെസ്റ്റ് മണി റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ എന്തോരം ടെസ്റ്റ് മണീസ് നമുക്ക് റെക്കോർഡ് ചെയ്യാണ്ട്, എത്ര സൂപ്പർ നാച്ചുറൽ മിറക്കിൾസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ. പക്ഷെ നമ്മൾ ഇന്ന് വരെ റെക്കോർഡ് ചെയ്യുക ഒരാളെ കൊണ്ട് നമ്മൾ പറയുകയൊക്കെ ചെയ്തിട്ടില്ല. കാരണം അവൻ സൗഖ്യമായവർ പലരും അവൻ പറയാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങളെ സൗഖ്യമാക്കിയത് നിങ്ങൾ പോയി പറഞ്ഞു. പക്ഷെ ആര് പ്രാർത്ഥിച്ചു എന്നുള്ളതിന് പ്രസക്തി ഇല്ല. അതുകൊണ്ട് അതവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലെ, നമ്മൾ അവിടെ കൊണ്ടുവന്ന് അവരെ പരസ്യത്തിനായിട്ട് നിർത്തുന്ന കണക്ക് അവരെ പരസ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളെ ദൈവം ആക്കി വെച്ചിട്ടില്ല, നമ്മളുടെ ദൈവം പറഞ്ഞിട്ടുമില്ല. നിങ്ങൾ പോയി നിങ്ങളിൽ തന്നെ സാക്ഷ്യപ്പെടുത്താൻ. പലയിടത്ത് യേശുക്കാരൻ സൗഖ്യമാക്കിയവരെല്ലാം പറഞ്ഞു, ചിലയിടത്ത് രഹസ്യമായിരിക്കണം, ചിലയിടത്ത് നിങ്ങൾ പോയി നിങ്ങളുടെ പുരോഹിതങ്ങളെ കാണിച്ചു കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യണം, നിങ്ങളുടെ നാട്ടിൽ പോയി പറയണം, ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അല്ല എന്റെ പിന്നാലെ വാ എന്നും പറഞ്ഞിട്ട് പിടിച്ചോണ്ട് പോയൊന്നുമില്ല. ഞാൻ കൊണ്ടുനിർത്തുന്നതെല്ലാം സാക്ഷ്യം പറയാൻ പറഞ്ഞില്ല. ഞാൻ നിർത്തുന്ന സ്റ്റേജിലെല്ലാം വന്നെന്ന് പറയണമെന്നും പറഞ്ഞിട്ടില്ല. ഹാലേലൂയ. അതുകൊണ്ട് നമ്മളോട് ദൈവം പറയും. അപ്പൊ ദൈവം എന്താ അതങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാല് ദൈവം ചെയ്യുന്നതിന്റെ പുകഴ്ച ദൈവത്തിനാണ്, അത് മനുഷ്യനുള്ളതല്ല. അപ്പൊ പറയും, ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ഉളവാക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ഉളവാക്കും. നിനക്ക് പോയിട്ട് നിന്നെ ആ ഒരു അവസ്ഥയിലേക്ക് ഒരാളെ കണ്ടാ പറയും, എന്നെ ദൈവം വിടുവിച്ചതാ, എന്റെ ദൈവം എന്നെ സൗഖ്യമാക്കിയതാ, എന്റെ ദൈവം ഞാൻ എന്ത് കഷ്ടത്തിരിക്കുന്ന ആരെ കണ്ടാലും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തിന് കീഴടങ്ങില്ല, ദൈവം പറയുന്നിടത്ത് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാം ദൈവം തരും. എന്റെ ജീവിതത്തിൽ ദൈനംദിനം ഞാൻ കണ്ടോളൂ. കഴിഞ്ഞ ദിവസം അൻമോള് ഇവിടെ പറഞ്ഞിട്ടില്ല ഇപ്പൊ ടെസ്റ്റ് മണി, പക്ഷെ ഞാൻ അവള് പറഞ്ഞ ആ ടെസ്റ്റ് മണി ഞാൻ പറയാം. കാരണം അവർക്ക് വേണ്ടിയിട്ട് എന്താ ദൈവം അത്ഭുതം ചെയ്ത്. കാരണം വെച്ച് കഴിഞ്ഞാല് അവക്ക് അവിടെ ഒരു സ്റ്റുഡന്റ് ഫണ്ട് ഉണ്ടെന്ന് അറിഞ്ഞവളെ അപ്ലൈ പറഞ്ഞു, മോളെ 2025 തീർന്നു, ഇനി 2026 പാസ്സാക്കി തരാമെന്ന് പറഞ്ഞു. ഹാലേലിയ. അങ്ങനെ അവൾക്ക് ഒരു 500 പൗണ്ട് പാസ്സാക്കി കൊടുത്തു. അവൾ 250 പൗണ്ട് കിട്ടിയെന്നും പറഞ്ഞ് അക്കൗണ്ടിലേക്ക് ആയെന്നും പറഞ്ഞിട്ട് അവള് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവൾ ഇരുന്നിട്ട് പറഞ്ഞു, ദൈവത്തെ കർത്താവേ, പ്ലേസ്മെന്റ് കഴിഞ്ഞ പ്രാവശ്യം 500 പൗണ്ട് ആയില്ലേ മീൻസ് ട്രെയിൻ ചാർജ് ഒക്കെ ടിക്കറ്റ്. അപ്പൊ എനിക്ക് ഇത് കിട്ടി, അപ്പൊ പ്ലേസ്മെന്റ് അടുത്ത പ്ലേസ്മെന്റ് കിട്ടുമ്പോൾ എനിക്ക് ഇപ്പം കാശ് തികയത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഒരു 250 കൂടെ അവര് പാസ്സാക്കി കൊടുത്തു. ഹാലേലിയ. അപ്പൊ കർത്താവിനോട് നമ്മൾ എന്ത് പറയുന്നത്? അപ്പൊ 750 പൗണ്ട്, 250 ഇപ്പോഴത്തേക്കും 500 അടുത്ത വർഷത്തേക്കെന്ന് പറയുന്ന രീതിയിൽ ദൈവം പാസ്സാക്കി കൊടുത്തു. കാരണം നമ്മുടെ ദൈവം അങ്ങനെയാണ്. കാരണം നമ്മൾ ഹൃദയത്തിൽ ദൈവത്തോട് എന്ത് പറയുന്നു, അതിപ്പോ അവളുടെ ഒരു സാക്ഷ്യം. ഞാൻ പറയാം, എന്റെ ആവശ്യങ്ങൾക്ക് ഞാൻ ഇങ്ങനെ തന്നെ ദൈവത്തോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മളെ അതുപോലെ, നമ്മൾ ഒരു മനുഷ്യനോടും ചോദിക്കേണ്ട ഗതികേട് ദൈവം വരുത്തത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹൃദയത്തെ അറിയുന്ന ദൈവം. ഇവിടെ എനിക്ക് വലിയ എമൗണ്ടിൽ അയച്ചിരുന്ന സഹോദരിമാർ ഇതിനകത്തുണ്ട് പലരും. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത കണക്ക് അവർ അയച്ചു തരുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരങ്ങ് എമ്പടി ഉണ്ട്, അവർ വലിയ പണക്കാരൊന്നും ആയിട്ടൊന്നും അല്ല. 35,000, 40,000, 27,000 ഒക്കെ അവർ അയച്ചു തന്നിട്ട് കാര്യം, അവരത് അയക്കുന്നത് അവര് അവരുടെ സന്തോഷം അല്ല, അവരുടെ സ്നേഹം, അല്ലെങ്കിൽ എന്താ അവർക്ക് എന്താ ദൈവം കൊടുക്കുന്ന മനോഭാവം എനിക്കറിയാം. പക്ഷെ അവർ ചെയ്യുമ്പോൾ അവർക്ക് പ്രതിഫലം കൊടുക്കുന്നത് ഞാനല്ല, ദൈവം അവർക്ക് പ്രതിഫലം കൊടുക്കുന്നത്. കാരണം വെച്ചാൽ അവര് പറഞ്ഞു. അപ്പൊ ഇത് നമ്മളോട് സ്നേഹം. ഇവിടെയൊക്കെ നമ്മളെ എന്തുകൊണ്ട് അവരുടെ ഹൃദയത്തോട് ദൈവം പറയുന്നേ, ചെയ്യാൻ പറയുന്ന കാര്യം, എന്റെ ഹൃദയത്തിലെ വിഷമം മനസ്സിലായപ്പോ, എന്റെ ഹൃദയത്തിലെ എന്റെ ആവശ്യം മനസ്സിലായപ്പോ, എന്റെ ഹൃദയത്തിലെ നീറ്റൽ മനസ്സിലാവും, ദൈവം മറ്റൊരാളോട് ഉള്ളവരോട് പറഞ്ഞ് കൊടുക്കും. അല്ലെങ്കിൽ ഇതാ പറയുന്നേ. അപ്പൊ ഞാൻ പറയാം, അതുകൊണ്ട് നമ്മൾ ദൈവത്തിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ നമ്മൾ ഒരു ഉപായവും പ്രയോഗിക്കാതെ തന്നെ, ഒരു സൂത്രവും വേണ്ട അതിനകത്തൊക്കെ. ഞാൻ പറയും, ഒരു കുറുക്കുവഴിയും വേണ്ട. ഹല്ലേലൂയ. ഇതെല്ലാം ദൈവസന്നിധി നിൽക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്നു. ഞാൻ ആ ഒരു കാര്യം മാത്രമല്ല, മറ്റു പല കാര്യങ്ങളും ഹല്ലേലൂയ ദൈവം. പക്ഷെ എന്തുകൊണ്ടാണ് ദൈവം ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ മനുഷ്യ ബുദ്ധിയിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് ആലോചിക്കുമ്പോൾ ദൈവം നോ പറയും. ഇപ്പൊ തന്നെ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു, കർത്താവിനോട് ചോദിച്ചു നോ പറഞ്ഞു. കാരണം വെച്ചാൽ നോ പറഞ്ഞപ്പോ എന്താ, നീ അതിന് പോണ്ട എന്ന് ദൈവം പറഞ്ഞ ഞാനിവിടെ ഇരിക്കാൻ കർത്താവ്. അപ്പൊ പിന്നെ എന്റെ കാര്യം ആര് നോക്കും? ദൈവം നോക്കും. ഇത്രയേ ഉള്ളൂ. എന്നെ പലരും കളിയാക്കുന്നുണ്ട്, ജോലിക്ക് കൂടെ എപ്പോഴും പ്രാവശ്യമുണ്ടിരിക്കുന്നതിനാന്നൊക്കെ. എനിക്ക് ജോലിക്കാൻ ആകില്ല, ഞാൻ ഇപ്പോഴും അപ്ലൈ ചെയ്യുന്നുണ്ട് ഇഷ്ടം പോലെ ജോലിക്ക്, ഇവിടെ ഇരുന്നിട്ട് വിജയം. പക്ഷേ ഒരു ജോലി പോലെ എനിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കഷ്ടം. കാരണം എന്താ വെച്ചാൽ ദൈവം അനുവദിക്കാതെ നമുക്കൊന്നും ലഭിക്കത്തില്ല. അപ്പൊ ദൈവം തരുന്നില്ല എങ്കിൽ ദൈവത്തിന് വേണം നോക്കാനായിട്ട്. അതിലെങ്കിൽ ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തുടങ്ങുന്ന വരെ, അല്ലെങ്കിൽ എന്നെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന വരെ എന്റെ കാര്യം നോക്കാൻ ദൈവത്തിനറിയാം. എന്റെ ദൈവം അതിന് മതിയായവനാ. ഈ വിശ്വാസം എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഉപായം വരുമ്പം നമ്മുടെ അടുത്തെ പല ഉപായങ്ങളും വരും. പലരും പല പ്രപ്പോസൽസും കൊണ്ടുവരും. ഹാലേലിയ. അപ്പോഴൊക്കെ നമുക്ക് നോ പറയാൻ കഴിയണം. ഇതിൽ പോയ ഞാൻ 2017 ഞാൻ പറഞ്ഞു, ഭയങ്കരമായിട്ട് ഇങ്ങനെ മൊത്തം സ്റ്റക്കായി സ്ട്രഗിൾ ചെയ്ത് വലിയ ഇരിക്കുന്ന അടുത്ത് ഒരാൾ വലിയൊരു ഓഫറും കൊണ്ട് വന്നെൻ്റെ അടുത്ത്.
1 മില്യൺ ഒക്കെ കിട്ടുമെന്ന് ചെയ്തു കഴിഞ്ഞാൽ ഞാനിപ്പോ ദൈവത്തോട് ഇങ്ങനെ കർത്താവ് വെച്ചാൽ കർത്താവ് പറഞ്ഞു, ഞാൻ ആ ഒരു എഴുത്താണ് ഒരു പേപ്പറൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരു ഇൻറ്റ് വരച്ചിട്ട് പേന താത്ത് വെച്ചിട്ട് തിരിച്ചു കൊടുത്തു. ഹാലയ. അപ്പൊ അയാൾ ഇങ്ങനെ അതിശയിച്ചിരുന്നു. എന്റെ കൂടെ ഉള്ളൊരു 10-25 വർഷമായി ശുശ്രൂഷ ദൈവദാസൻ എന്റെ കൂടെ ഉണ്ട്. ഒരു മിനിസിസ്റ്റർ, ഇതൊക്കെ നല്ലൊരു ഓഫർ ഇല്ലേ, എന്തുകൊണ്ടാണ് ഇത് എടുക്കാത്ത? ഞങ്ങൾ ദൈവം വേണ്ടെന്ന്, പിന്നെ എനിക്ക് എന്തിനാ അത്? ഹാലേ. നമുക്ക് അങ്ങനെ നമ്മൾ പറയുന്നെങ്കിൽ കുറച്ച് വിഷമം, ബുദ്ധിമുട്ടും പ്രയാസത്തിലും ഒക്കെ നമ്മൾ പോയാലും നമ്മുടെ ദൈവം നമ്മളെ കൈവിടത്തില്ല. അപ്പൊ ഉപായം കൊണ്ട് പലതും നമ്മുടെ അടുത്ത് പല രീതിയിലേക്ക്. നമുക്ക് എന്താ ആവശ്യം? എന്താ നമുക്ക് ആവശ്യം? ആ ആവശ്യത്തിലൂടെയാണ് പിശാച് കയറത്തുള്ളൂ. അപ്പൊ നിനക്ക് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടിരിക്കണം, നീ ഒരു സാമ്പത്തികത്തിന് വഴിയും കൊണ്ടേക്ക് നിന്റെ മുമ്പിലേക്ക് ഉപായത്തെ വരുന്നു. നീ അത് കേട്ടോട്ടോ, അത് കണ്ടോ, ഓ ദൈവം തുറന്ന് വഴി കേട്ടോ എന്ന് വെച്ച് ഒന്നും ചോദിക്കാതെ ഓടി അതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ പെട്ടു. ഇനിയിപ്പോ മനസ്സമാധാനം ഇല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് നമ്മുടെ ഇതിൽ തന്നെ പ്രാർത്ഥിക്കാൻ വന്നിട്ട് അറിയാം, ഹസ്ബൻഡ് വൈഫും തമ്മിൽ ഭിന്നതയുണ്ടെങ്കിൽ ദൈവം എന്തെന്ന് പറയാ, സ്നേഹം കൊടുക്കാനായിട്ട് അടുത്തുള്ള ആരെ ഒരുക്കും. വേറെ എടുത്ത് ഹാലി വന്ന് മെസ്സേജ് അയക്കി ഹായ് പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞ് അവസാനം എന്താ ഇതിനയക്ക് ഭയങ്കര ഒരു പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ, മിനിസിസ്റ്ററെ ഇങ്ങനെ പ്രശ്നം പറ്റി, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് വിളിക്കും. എന്താ കാര്യം? ഇവിടെ അവർക്കൊരു കുറവുണ്ടായിരുന്നു. എന്താ? ഹസ്ബൻഡും വൈഫും തമ്മിൽ നല്ല ബന്ധത്തിലല്ല, സ്നേഹത്തിലല്ല. ഹസ്ബൻഡിനാണെങ്കിൽ പുള്ളിക്കാരി ഒരു രീതിയും കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ കൺസിഡർ ചെയ്യുന്ന ഒരാളെ പിശാച് കൊണ്ടു കൊടുക്കും, അതിലേക്ക് വീണു പോകും. എത്ര അനുഭവങ്ങളുണ്ട്, ഒത്തിരി ആൾക്കാർ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഇത് വരുന്നത് എന്തുകൊണ്ടാ? എന്താ നമ്മൾ അവിടെ ലാക്ക് ചെയ്യുന്നത്? അതിനെ കാണിച്ചിട്ടാണ് അവൻ എപ്പോഴും പലപ്പോഴും നമ്മളെ വീഴിക്കുന്നത്. ഇതിൽ നമ്മൾ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. ഇനിയിപ്പോ വിശ്വാസത്തിൽ തന്നെ അഭിഷേകത്തിന്റെ ഇതൊക്കെയാണ് എല്ലാ രീതിയിലും വരും കേട്ടോ. നിങ്ങളല്ല ഇതൊക്കെ ശുശ്രൂഷയല്ലേ, ഇതിലൊന്നും വരത്തില്ലെന്ന് വിചാരിക്കല്ലേ. ഇപ്പൊ അഭിഷേകം കുറവുള്ളവര് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഞാനായിട്ട് ഇതാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് പലരും അതിനകത്തോട്ട് പോകാറുണ്ട്. അപ്പൊ കൈവെപ്പിനാൽ കിട്ടും എന്നൊക്കെ പറയും. ഇതൊക്കെ കള്ളത്തരം, കപടതയാണ്. ഹല്ലേലൂയ. ഇതൊന്നും ദൈവം പറഞ്ഞിട്ടില്ല. ഇതൊക്കെ എടുത്താൽ ഉപായത്താൽ ചതിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അപ്പൊ ഹവ്വായെ ഉപായത്തെ ചതിച്ചൊരു എക്സാമ്പിൾ അവിടെ പറഞ്ഞ് പൗലോസ് പറഞ്ഞ, ആരും പഴം കൊണ്ടുവന്ന് ചതിക്കുന്ന ആരും വിചാരിക്കല്ലേ. ഹാലല്യ. എന്താണോ നിനക്ക്, ഹാലല്യ, നീ എന്റെ ഹൃദയത്തിൽ ഒരു സങ്കടമായിരിക്കും, വിഷമായിരിക്കും, നിന്റെ ഹൃദയത്തിൽ എന്താണ് ഒരു സ്നേഹം കിട്ടാതിരിക്കുന്ന, സ്നേഹം തരാൻ വേണ്ടി ആളെ കൊണ്ടുവരും. അങ്ങനെ പല രീതിയിൽ വരും. അപ്പൊ ഇതെല്ലാം നമ്മുടെ കണ്ണും കാതും തുറന്ന് അടുത്ത ഇതിനകത്ത് ലാസ്റ്റ് അധ്യായത്തിൽ പൗലോസപ്പോസൻ പറയുന്നതിനൊരു കാര്യം ഞാൻ ഇന്ന് ഇവിടെ അതാണ് ഞാൻ ശരിക്കും സൂക്ഷിക്കാൻ പക്ഷെ ദൈവം ഇവിടെ വന്നിരുന്ന ദൈവം മാറ്റി വിട്ടതാണ് എന്നെ. അതുകൊണ്ട് ഇവിടെ നമ്മള് 13-ാം അധ്യായത്തിന് എടുക്കുക സിസ്റ്ററെ. 5-ാം വാക്യം ഒന്ന് വായിക്കോ. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലേ? ആമേൻ. ഹല്ലേലൂയ. ഇവിടെ പറയാം, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ എന്താ പറയാ, പരീക്ഷിപ്പിൻ. അപ്പൊ നമ്മളുടെ വിശ്വാസമുണ്ട്. ഞാൻ പലപ്പോഴും പറയണ്ട, വിശ്വാസം പരിശോധന വിലയേറിയതെന്ന് യാക്കോബ് എഴുതി വെച്ചേക്കാൻ. അത് പരിശോധിച്ച് ദൈവം നമ്മളെ പരിശോധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തിന് നമ്മളെ കുറിച്ച് എല്ലാം അറിയാം. പക്ഷെ വിശ്വാസ പരിശോധന നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആർക്കാ ഇത് മനസ്സിലാകുന്ന വെച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. അല്ല, എനിക്ക് ഇത്രത്തോളം വിശ്വാസം ഉണ്ടായിരുന്നു, അല്ലെ ഇത്രത്തോളം വിശ്വാസം എനിക്ക് ഉണ്ട്, അല്ലെ എന്റെ വിശ്വാസം ഇത്രേ ഉള്ളൂ എന്ന്. അപ്പൊ നമ്മൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയും, നിങ്ങൾ വിശ്വാസി ഇരിക്കും, നിങ്ങളെ തന്നെ പരീക്ഷിപ്പേ. അപ്പൊ നമ്മളെ തന്നെയാണ് പരീക്ഷിക്കുന്നത്. നമ്മുടെ വിശ്വാസം എത്രത്തോളം ഉണ്ടെന്നല്ലേ, നമ്മൾ ഇന്നും വിശ്വാസം തന്നെയാണോ എന്നും അല്ലെ പരീക്ഷിപ്പിച്ചു. എന്നിട്ട് പരീക്ഷിപ്പെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. എന്നിട്ട് പരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പൊ ഇല്ലെങ്കിൽ നമ്മളെ തന്നെ ചോദ്യം, എവിടെയാ നമുക്ക് ഫോൾട്ട് വന്നേക്കുന്നത്, എവിടെയാ നമ്മുടെ വിശ്വാസം പോയത്, അല്ലെ ഏത് സ്വഭാവത്തിലൂടെയാണ് നമുക്ക് വിശ്വാസം നിലനിർത്താൻ പറ്റാത്തതെന്ന് അല്ല നമ്മളെ തന്നെ ശോധന ചെയ്ത് നോക്കുക. എന്നിട്ട് പറയുന്നത്, നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരിൽ യേശുക്രിസ്തു നിങ്ങളുണ്ടെന്ന് നിങ്ങളെ തന്നെ. അപ്പൊ കൊള്ളരുതാത്തവരാണെങ്കിൽ യേശുക്രിസ്തു നമ്മളില്ല. അപ്പൊ ഇവിടെ കൊള്ളരുത് എന്ന് വെച്ചാൽ കൊള്ളാകുന്നവരാണെങ്കിൽ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നവരാണെങ്കിൽ അതിൽ നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ നമ്മൾ ശോധന ചെയ്യുമ്പോൾ നമുക്കത് ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ക്രിസ്തു നമ്മൾ ഉണ്ടെന്നാ. നമ്മുടെ കർത്താവിനെക്കുറിച്ച് വന്ന വിശ്വാസനായനും പൂർത്തി വരുത്തും. അപ്പൊ വിശ്വാസത്തിന് നായം നമ്മളുണ്ടെങ്കിൽ നമ്മൾ വിശ്വാസം ഉണ്ടാവും. കിട്ടുമായിരിക്കും, ലഭിക്കുമായിരിക്കും, എത്തുമായിരിക്കും എന്നൊക്കെയുള്ള വിശ്വാസത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഹാലലുയ. വിശ്വാസം എന്നാൽ അവിടെ പറഞ്ഞ ആശിക്കുന്നത് കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണ്. എബ്രായ ലേഖൻ പറഞ്ഞേക്കുന്ന പോലെ അങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഹാലലുയ. പക്ഷെ നമുക്കൊരു ഉറപ്പ് വേണം. ഒന്നിനെ കുറിച്ചും കുഴപ്പമില്ല, നിങ്ങൾ നിത്യത എത്തുന്നുള്ള ഉറപ്പ് നിങ്ങൾ എത്ര പേർക്കുണ്ട്? ഇത് നമുക്കുണ്ടാകണം. അതിനു വേണ്ടി നമ്മൾ ഇടയ്ക്ക് നമ്മളെ തന്നെ ശോധന ചെയ്ത് നോക്കണം. അതിൽ അവസാന വാക്യത്തിൽ 11 വായിച്ചു സിസ്റ്ററെ. തീർച്ചയ്ക്കും
തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിപ്പീൻ. യഥാസ്ഥാനപ്പെടുവൻ. 13 11 തന്നെ ലാസ്റ്റ്. ഓക്കെ. തീർച്ചയ്ക്ക് തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിപ്പീൻ, യഥാസ്ഥാനപ്പെടുവീൻ, ആശ്വസിച്ചു കൊള്ളുവീൻ, ഏക മനസ്സുള്ളവരാകുവീൻ, സമാധാനത്തോടെ ഇരിപ്പീൻ. എന്നാൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. ആമേൻ. അപ്പൊ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നമ്മളോട് വെറുതെ ഇരിക്കത്തില്ല. നമ്മളെപ്പോഴും ഒരു സ്വസ്ഥതയില്ല, അങ്ങ് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് നമ്മളെപ്പോഴും ആകുലപ്പെട്ട് നമ്മളെപ്പോഴും പലവിധ ചിന്തകളിലൊക്കെ ആണെങ്കിൽ സമാധാനത്തിന് നമ്മുടെ കൂടെ ഇരിക്കുന്നു പറയാൻ പറ്റുമോ? സമാധാനത്തിന് ദൈവം നമ്മുടെ കൂടെ ഇരിക്കും. നമുക്ക് എന്തുണ്ടാകും? സമാധാനം ഉണ്ടാകും. നമ്മൾ സ്വസ്ഥരായിരിക്കും. നമ്മൾ അവിടെ ഓടത്തില്ല. എന്താന്ന് വെച്ചാൽ ഇരുത്തിയിരിക്കുന്നിടത്ത് ഇരിക്കും. എന്താ കാര്യം? നമ്മൾ സമാധാനത്തിന് ദൈവം നമ്മുടെ കൂടെയുണ്ട്. പക്ഷെ ഇതൊക്കെ ഇല്ലാത്തവരെ കുറിച്ച്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം സമാധാനത്തിന് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഇല്ലെങ്കിൽ എന്താ സമാധാനത്തിന് ദൈവം? നാൾ പറഞ്ഞ കണക്ക് ദൈവം ഇന്ന് കർത്താവ് പല ചർച്ചയിലും കർത്താവ് പുറത്താ നിൽക്കുന്ന മതിലിന് പുറത്തൊക്കെ നിൽക്കുക. അപ്പൊ നമ്മുടെ വീടിന് പുറത്തോ അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ കർത്താവ് നിൽക്കുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ കൂടെ ഇരിക്കുന്നില്ല. നമ്മുടെ കൂടെ ആരെ ഇരിക്കുന്നത്? നിങ്ങൾക്ക് എപ്പോഴും പലവിധ സംശയങ്ങൾ ഇട്ട് തരുന്ന, ടെൻഷൻ ഇട്ട് തരുന്ന, നമ്മൾ പല ഒന്നിനും ഉറയ്ക്കാൻ കഴിയാതെ, ഒന്ന് സ്വസ്ഥമായി ഇരിക്കാൻ കഴിയാതെ ഒരു അവസ്ഥ നിങ്ങളെങ്കിൽ സമാധാനത്തിൽ ദൈവമല്ല നിങ്ങളോട് കൂടി ഇരിക്കുന്നത്. സകലത്തിനും തെറ്റിക്കുന്ന പിശാച് നമ്മളോട് ഇരിക്കുന്നത്. ഇവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്ന വചനത്തിൽ. അപ്പൊ നമ്മളുടെ ബുദ്ധി, സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നമ്മൾ ഉണ്ടാകുന്ന. അപ്പൊ സകല ബുദ്ധി എന്ന് വെച്ചാൽ നമ്മുടെ മാനുഷ്യമായ ബുദ്ധി അത് ചിന്തിക്കാൻ കഴിയാത്ത ഒരു സ്വസ്ഥത നമ്മൾ വ്യാപരിക്കുമ്പോൾ സമാധാനത്തിന് നമ്മളോട് ഇരിക്കുന്നു പറയുന്നത്. കുറഞ്ഞ ലേഖനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ ഇവിടെ മറ്റൊരിടത്ത് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്ത് പറയാ, സകല ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനം വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ച ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെ ക്രിസ്തു അനുസരണത്തിനായി പിടിച്ചടക്കി. ഹാലേലൂയ. അവിടെ 7-ാം 8-ാം 9-ാം 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്ന ജഡപ്രകാരം പോരാണ് ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളെ ജഡീകങ്ങളല്ല കോട്ടകൾ എടുപ്പ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പലവിധ ചിന്തകളും വിചാരങ്ങളും ദൈവത്തിന്റെ സങ്കല്പത്തിന് വിരോധമായി പൊങ്ങുന്ന ഉയർച്ചകളൊക്കെ വരും. അതിനെല്ലാം ഏത് വിചാരത്തെ നമുക്ക് പിടിച്ചടക്കാൻ കഴിയണം. നമ്മുടെ ഉള്ളിൽ ചിന്ത വരുത്തില്ലെന്നല്ല, നമ്മൾ ആലോചിക്കത്തില്ല. പക്ഷെ ഇത് വരുമ്പോ ഇതിനെ ഇങ്ങനെ കാട് മേയാൻ പോലും വിട്ടുകൊടുക്കില്ല. അപ്പൊ തന്നെ പിടിച്ചടക്കണം. പണ്ട് എന്റെ സ്വഭാവം പറയാം, എന്തെങ്കിലും ഒരു ചെറിയൊരു രോഗത്തിന്റെ ഒരു അംശം കണ്ടാൽ ഞാൻ പിന്നെ ചിന്തിച്ച് അതിനെ അങ്ങോട്ട് തലവേദന വന്നാൽ പിന്നെ ബ്രെയിൻ ട്യൂമറിലെത്തും. അല്ലേ എന്തെങ്കിലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ബ്ലഡ് ക്യാൻസർ. ഇതൊക്കെ ഇങ്ങനെയാണ് എൻ്റെ ചിന്ത മൊത്തം. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചിട്ട് വേണേ പെട്ടി കിടക്കുന്നവരെ ഞാൻ പോയി കാണും. അതൊക്കെയായിരുന്നു ചിന്ത. പണ്ടത്തെ കാലത്തെ ചിന്ത എങ്ങനെയാണ്. പക്ഷേ ഇപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുവാണെങ്കിൽ അപ്പൊ എന്താ പറയാ, ഒരാൾ പറയും പിട്ടിക്ക് അതിനെ അടക്ക്. അതായത് നമ്മളത് യേശുവിന്റെ നാമത്തെ അതിനെ കീഴടക്കണം. നമ്മൾ ഒരിക്കലും ഒന്നും, ഞാൻ പലപ്പോഴും അത് പറയേണ്ടത്, ചിലർക്ക് സമ്പത്തിനെ കുറിച്ച് ഭയങ്കര ആകുലത, ഭയങ്കര ചിന്തയാണ്. കിട്ടിക്കഴിഞ്ഞത് എന്ത് ചെയ്യും, എവിടെ കൊണ്ട് വെക്കും, ആര് സൂക്ഷിച്ചത്, ആര് കൊണ്ട്, ഞാൻ ചത്തു കഴിഞ്ഞത് ആര് കൊണ്ട്, ഇതൊക്കെയാണ് ഞാൻ അമ്മയ്ക്കൊക്കെ ചിന്ത. മനുഷ്യൻ പോലെ ഇപ്പം ബാങ്കിൽ കിടക്കുന്നത്, ഇത് മരിച്ചു കഴിഞ്ഞാൽ ആരെടുത്തോണ്ട് പോകുന്നൊക്കെയുള്ള ചിന്ത കാരണം ആശ്വാസം വരും. ഞാൻ പറയാം, ഇതൊക്കെ എടുത്ത് ആർക്കെങ്കിലും കൊടുത്തിട്ട് മിണ്ടാ സമാധാനത്തിരിക്കാൻ പറ്റും. കാരണം വെച്ചാൽ ഈ ചിന്ത, ഹാലേലൂയ, ഈ ചിന്ത പലപ്പോഴും പണം ഒരിക്കലും നമ്മുടെ തലയിലും മേത്തൊക്കെ കയറരുത്. പണം സമ്പത്ത് എപ്പോഴും മാമോന ദൈവം പറയാം, അത് നമ്മുടെ കാൽച്ചുവട്ടിൽ തന്നെ കിടക്കണം. കാലിന് അടിയിൽ തന്നെ ആയിരിക്കണം. അതിന് ഒരിക്കലും നമ്മുടെ തോളത്തോ നമ്മുടെ തലയിലോ കയറാൻ അനുവദിക്കരുത് നിങ്ങൾ. അതുപോലെ നമ്മൾ ഓരോ ചിന്തകളും ഉണ്ടാകുമ്പോൾ നമ്മളതിനെ പിടിച്ചടക്കാൻ കഴിയണം. എന്നാൽ മാത്രമേ സമാധാനത്തിന് ദൈവം നമ്മളോട് കൂടെ ഇരിക്കത്തുള്ളൂ. ഹാലേലൂയ. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ സർപ്പം വന്നിട്ട് ഒരു പഴം കാണിച്ച് ഹവ്വയെ ചതിച്ചെങ്കിൽ ഇന്ന് ഒരു പഴമല്ല 1000 പഴം നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്. അത് കാണിക്കാൻ പല വഴികളുണ്ട്. ആ പല വഴികളോട് അവർക്ക്. അതുകൊണ്ട് നമ്മൾ എവിടെയാണോ നമ്മൾ ആയിരിക്കുന്നത് അവിടെ എപ്പോഴും നമ്മുടെ സമാധാനത്തിൽ ദൈവം നമ്മുടെ പരിശുദ്ധാത്മാവിനെ കൂടെ നിർത്തി. പരിശുദ്ധാത്മാവ് നമുക്കൊരു ശക്തിയായിട്ടല്ല, ഒരു വ്യക്തിയായിട്ട് തന്നെ. ഞാൻ എപ്പോഴും പറയാം, നമ്മുടെ ഒരു കൂടെ ഇരിക്കുന്ന ഒരാളായിട്ട് നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഷെയർ ചെയ്യണം. എന്ത് കാര്യമുണ്ട് നമ്മൾ പറയണം. പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ സൊല്യൂഷൻ ഇല്ലാത്ത ഒരു കാര്യമില്ല. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അതിന് നമുക്ക് മറുപടി ലഭിക്കും. അങ്ങനെ പറഞ്ഞ് നമ്മൾ കരം പിടിച്ച് ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട്, ഏറ്റവും നല്ലൊരു നമ്മുടെ ഉപദേഷ്ടമായി തന്നെ നമ്മൾ കൂടെ നിർത്തി നമ്മൾ നടക്കുക. ഇല്ലെങ്കിൽ നമ്മളെ ചതിക്കും. ഇന്ന് ചതിയുടെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പല രീതിയിൽ നമ്മളെ ചതിക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരും അതുകൊണ്ട് വഷളായി പോകരുത്. വഷളായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കർത്താവ് ആഗ്രഹിച്ച് ഇത്രയും വില കൊടുത്ത്
നമ്മുടെ പിന്നിലുള്ള വിശുദ്ധന്മാരൊക്കെ ഒത്തിരി വില കൊടുത്താണ് ഈ സഭയിൽ നിന്ന് നിലനിർത്തിക്കൊണ്ട് വന്നതെങ്കിൽ അങ്ങനെ നേടിയ നമ്മുടെ കർത്താവ് യേശു അവസ്ഥാനത്തുള്ള രക്തം വരെ കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നവർ. അപ്പൊ ആ നേട്ടം ഒന്നും ഫലം കാണാതെ പോകും. അങ്ങനെ ആയിക്കേ. അപ്പൊ അങ്ങനെ പോകരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടും നിൽക്കുന്ന പലതും നമ്മളെ ഭ്രമിപ്പിക്കാൻ നോക്കും, പലതും നമ്മളെ വലിച്ചുകൊണ്ട് പോകാൻ നോക്കും. പക്ഷെ അവിടെയൊക്കെ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരാരും ദൈവം മനുഷ്യരുടെ ഫ്രണ്ട്സിനെക്കാട്ടും ഉപരിയായിട്ട് നിങ്ങളുടെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് വെച്ചാൽ ഹോളി സ്പിരിറ്റ് ആയിരിക്കണം. ആ ഹോളി സ്പിരിറ്റിന്റെ കൂടെ കൈ പിടിച്ച് അതുപോലെ നടന്ന് ഈ ദിവസങ്ങളിൽ എന്നാൽ മാത്രമേ നമുക്ക് ജയത്തോട് മുമ്പോട്ട് നടക്കാൻ പറ്റത്. ഇല്ലെങ്കിൽ നമ്മളെ ചതിക്കാനായിട്ട് ഉപായങ്ങളുമായിട്ട് നമ്മളെ പിന്നാലെ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തനുണ്ട്. അവൻ ആരെ വിഴുങ്ങേണ്ടത് ഊടാടി സഞ്ചരിച്ച ദൈവത്തിന് വചനം. അതിനകത്ത് നിങ്ങൾ ആരും പെട്ടുപോകരുത്. പലവിധ മിന്നുന്ന പ്രകടനങ്ങളിൽ ഒന്നും നിങ്ങൾ പെട്ടുപോകരുത്. ഹാലേലിയ. ഇന്ന് കാണുന്നതെല്ലാം നിങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് തന്നെ അതിനോട് അടുക്കുകയും ചെയ്യാവുള്ളൂ. അതിനെ സ്നേഹിക്കുക, അതിനോട് കൂടുതൽ പല ഇമ്പങ്ങൾ കാണുന്നിടത്തേക്കൊന്നും ഓടരുത്. ദൈവസന്നിധി ഞാൻ പറയാം, നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ദൈവം നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് മറുപടി ലഭിക്കും. അതിനുവേണ്ടി ഒരിടത്തും ഓടി നടക്കേണ്ട കാര്യമില്ല. ഈ വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.